മാതാവിന്റെ ഗർഭാശയത്തിൽ നമ്മളെ വളർത്തി കൊണ്ടുവന്നവനാണ് അല്ലാഹു. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും വഅൻതും ലാ തഅലമൂന ശൈആ. നിങ്ങളൊന്നും അറിയാത്ത അവസ്ഥയിൽ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നവനാണ് റബ്ബ്. അവിടെ അല്ലാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്കായി ഒരുക്കി വെച്ചു. ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചതായിട്ട് കാണാൻ പറ്റും. യബ്ന ആദം, ആദമിന്റെ മക്കളെ, ജഅൽതുക ഫീ ബത്നി ഉമ്മിക്, നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നെ ഞാൻ സൃഷ്ടിച്ചു. ഗർഭത്തെ നീ ഉറുക്കാതിരിക്കാൻ നിന്റെ മുഖത്ത് ഒരു പാളി കൊണ്ട്, ഒരു പാളിയാൽ മറ ഞാൻ പൊതിഞ്ഞു. അങ്ങനെ നീ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞ് ഗർഭത്തിൽ ഇരിക്കാനും നിൽക്കാനുമൊക്കെ പഠിച്ചു. നിന്റെ സമയമായപ്പോൾ വഔഹൈതു ഇലൽ മലക്കി ബിൽ അർഹാം അൻ യുഖ്രിജക, ഒരു മലക്കിനോട് ഞാൻ നിനക്ക് റൂഹൂദാൻ പറഞ്ഞു. സമയമായപ്പോൾ നീ പുറത്തു വന്നു. ഈ ഭൂമിയിലേക്ക് നീ വന്നപ്പോൾ ലാലക സിന്നും തഖ്ത വലാ യദുൻ തബ്തശ് വലാ ഖദമുൻ തസ്ആ, നടക്കാനുള്ള കാലില്ല, കാല് നടക്കാൻ പറ്റുന്നതായിരുന്നില്ല, കൈകൾ പിടിക്കാൻ പറ്റുന്നതായിരുന്നില്ല, കടിക്കാൻ പറ്റുന്ന പല്ലുകളില്ലാതെ നീ ഈ ഭൂമിയിലേക്ക് വന്നു. നിനക്കായി മാതാവിന്റെ അമ്മിഞ്ഞ അല്ലാഹു തആല ചുരുത്തി തന്നു. ശീതകാലത്ത് ചൂടും വേനൽക്കാലത്ത് തണുപ്പുമായി അതിനെ അല്ലാഹു മാറ്റി. നിന്റെ ഉമ്മയുടെ മനസ്സിൽ വഅൽഖൈത മഹബ്ബതക ഫീ ഖൽബി അബവൈക്, നിന്റെ പാരന്റ്സിന് നിന്നോട് വല്ലാത്ത ഇഷ്ടം അവരുടെ മനസ്സുകളിൽ ഞാൻ ഇട്ടുകൊടുത്തു. നിനക്ക് ശക്തി പ്രാപിച്ചു തുടങ്ങി, നീ തിന്മകൾ ചെയ്യാൻ തുടങ്ങി, നീ എന്നെ മറക്കാൻ തുടങ്ങി. എന്നാൽ നീ എന്നെ മറന്നാലും നീ എന്നിലേക്ക് തിരിച്ചു വന്നാൽ നിന്റെ ഇസ്തിഗ്ഫാർ ഞാൻ സ്വീകരിക്കുന്നവനാണ് എന്നാണ്. അപ്പൊ അവിടെ ഭൂമിയിലേക്ക് വന്ന് ഒന്നുമല്ലാത്തവരായി വന്ന് ഇവിടെ ആസ്വദിച്ച് ജീവിക്കാണ് ഇപ്പൊ ഞാനും നിങ്ങളും. ചില ആളുകളൊക്കെ യാത്രകൾ പോയി, അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും വൃത്തികെട്ടവന്മാരായിരുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞ ആളുകളായിരുന്നു ജാഹിലിയ കാലത്തെ ആൾക്കാര്. എല്ലാ തോന്നിയാസം ഉണ്ടായിരുന്നു എന്നാണ്, പ്രത്യേകിച്ച് ഇല്ലാത്തതൊന്നുമില്ല. ആ കാലത്ത് പറ്റുന്ന എല്ലാ തോന്നിയാസങ്ങളും അവർ ചെയ്തു. അവർക്ക് അത് ചെയ്യാൻ പ്രേരിപ്പിച്ച ഒരു ഘടകമുണ്ടായിരുന്നു. ആ ഘടകം എന്താണ്? നമ്മൾ മരിച്ചാൽ തീരും, മരിച്ചു മണ്ണാവുള്ളൂ അല്ലെ? ഇപ്പത്തെ തലമുറ പറയില്ലേ, ആകെ ഒരു ജീവിതേ ഉള്ളൂ, അടിച്ചു പൊളിച്ചോളീൻ. ആരാ പറയാറിയോ? മുസ്ലിം ബ്ലോഗർമാരടക്കം പറയും അടിച്ചു പൊളിച്ചോളീൻ, ആകെ ഒരു ജീവിതമല്ലേ, ജീവിതം ഒന്നേ അല്ലേ ഉള്ളൂ, മുതലാക്കിക്കോളീൻ. എന്നിട്ട് നമ്മൾ അതിന് ലൈക്കും കമന്റൊക്കെ അടിച്ചു കൊടുക്കും. അറിയാതെ നമ്മൾ അതിന്റെ പിന്നാലെ പോകും. അവരും അതേ കാരണമാണ് പറഞ്ഞത്, ജീവിതം ഒന്നല്ലേ ഉള്ളൂ, എന്നാ പിന്നെന്താ അടിച്ചു പൊളിക്കണേന്? എന്തിനങ്ങനെ ചട്ടക്കൂടിൽ ജീവിക്കണത്? വഖാലൂ ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ വമാ നഹ്നു ബിമബ്ഊസീൻ. അവര് പറഞ്ഞു ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇതോടുകൂടി തീരും, പിന്നെ നമ്മളെന്ത് ചെയ്യൂല, പുറത്തു വരൂല, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടൂല. അപ്പൊ അല്ലാഹു തആല പറഞ്ഞോ, ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ, നിങ്ങൾ എല്ലാവരും ഞാൻ എന്ത് ചെയ്യും, ചോദ്യം ചോദിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നാണ്. അപ്പൊ മരിച്ചാൽ തീരും, പിന്നെ ഒരു ജീവിതം അല്ലാന്ന് പറഞ്ഞോലാണ് എന്ത് ചെയ്യണത്, അടിച്ചു പൊളിക്കണ്. 2-3 ദിവസം മുമ്പ് കടയിൽ ചെന്നപ്പോ ഒരു കടക്കാരന് ളുഹറിന്റെ ജമാഅത്തിന് വേണ്ടി പൂട്ടാണ് പേടിയാ. അപ്പൊ ഒരാള് പറഞ്ഞു, ചങ്ങായി 4 ആൾക്കാർ കച്ചവടത്തിന് വരുന്നിടത്ത് ഇജന്റെ പരലോകം പറഞ്ഞിങ്ങനെ നടന്നോ, എനിക്ക് സാധനമാണെങ്കിൽ ഇജ് എടുത്തെന്നോ, നിസ്കാരമൊക്കെ പിന്നെയും നിസ്കരിച്ചാർന്നു. ജീവിതം ഇതേ ഉള്ളൂ, വേണമെങ്കിൽ അടിച്ചു പൊളിച്ചോന്നാണ് അയാൾ അവനോട്, ആ പീഡിയക്കാരനോട് പറയണത്. അപ്പൊ അയാൾ പറഞ്ഞു, അപ്പുറത്തെ പീടിയുണ്ട്, കുഞ്ഞാപ്പിന്റെ പീടിയെന്ന് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളി, സാധനം വാങ്ങിക്കോളി, നിങ്ങൾ ഇവിടെ തന്നെ എന്ത് ചെയ്യണമെന്നില്ല, വാങ്ങണമെന്നില്ല, ഞാന് നിസ്കാരത്തിന് പോവുകയാണ് പറഞ്ഞു. അപ്പൊ അയാൾ പറയണേ, ഈ പടച്ചവനെ പേടിച്ചിട്ടല്ലേ ചെയ്യണേ? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ പടച്ചവനെ പേടിച്ചിട്ടല്ല, പടച്ചവനോട് ഇഷ്ടത്തോടു കൂടിയുള്ള ഖൗഫാണ് എനിക്കുള്ളത് എന്ന് അമുസ്ലിമായ ഒരു സഹോദരനോട് അയാൾ പറഞ്ഞ് അയാളുടെ കച്ചവടം തൽക്കാലം വേണ്ടെന്ന് വെച്ച് പള്ളിയിലേക്ക് അയാൾ പോവുകയാണ്. എന്നാൽ മറ്റേ ആൾക്ക് പറയാനുള്ള ന്യായം എന്താ അറിയോ? ജീവിതം ഒന്നേ ഉള്ളൂ, ഇതോടുകൂടി തീരുന്ന. വയഖൂലുൽ ഇൻസാനു അഇദാ മാ മിത്തു അഇദാ മാ മിത്തു ലസൗഫ ഉഖ്റജു ഹയ്യാം,
മനുഷ്യൻ പറയാണ് മരിച്ചാൽ പിന്നെ വീണ്ടും ജീവിക്കോ? അങ്ങനെ ഉണ്ടാവില്ല. അവലാ യദ്കുറുൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ ഖബ്ലു വലം യകു ശൈആ. ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഞാൻ അവനെ വീണ്ടും ഉണ്ടാക്കിയത് അവൻ ഓർക്കണില്ല, അവൻ ചിന്തിക്കുന്നില്ല. ഫറബ്ബിക ലനഹ്ശുറന്നഹും വശയാതീന സുമ്മ ലനഹ്ളിറന്നഹും ഹൗല ജഹന്നമ ജസിയ. അവരും പിശാചുക്കളെയൊക്കെ ഞാൻ ഒരുമിച്ച് കൂട്ടും. അത് അള്ളാഹ്ക്ക് പറ്റുന്നതാണ്, അള്ളാഹ്ക്ക് എളുപ്പമായിട്ടാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് ജീവിതം ഒന്നേ ഉള്ളൂ എന്നതിലപ്പുറം, മരണത്തിനപ്പുറം ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കണോണ്ടാണ് കുറച്ചൊക്കെ മഞ്ഞ് വീകണ നേരത്തും നമ്മളെന്ത് ചെയ്യണത്, ഇവിടെ വന്നിരിക്കണത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മഞ്ഞൊക്കെ വീണിക്കണെന്ന് അറിയണമെങ്കിൽ വണ്ടിന്റെയൊക്കെ സീറ്റുമ്പോ പോയി തൊട്ടൊക്കിയാൽ മതി, അപ്പ അറിയും. ചില മുടിയൊക്കെ ഇല്ലാത്ത തലയിൽ തൊട്ടൊക്കിയാലും ചിലപ്പോ അറിയും. പക്ഷെ പൊതുവെ എന്താ വെച്ചാല് നല്ല തണുപ്പും സാഹചര്യത്തിലൊക്കെ നമ്മൾ ഒന്നിരിക്കുകയാണ്. അതെന്തേ അറിയോ, നമ്മളല്ല വെറുതെ ഉണ്ടാക്കിയതല്ല എന്ന് ബോധ്യപ്പെടണം. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ. മനുഷ്യർ വിചാരിക്കാണോ ഞാൻ വെറുതെ ഉണ്ടാക്കിയതാണ്, അവരെ എന്നിലേക്ക് തിരിച്ചു വരില്ല എന്നാണോ അവർ വിചാരിക്കുന്നത് എന്നാണ്. അങ്ങനെ വിചാരിക്കണ്ട, നിങ്ങൾ എന്നിലേക്ക് വരും. അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ അലം യകുന തുഫതം മിൻ മനിയുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. മരിച്ചവരെ എനിക്ക് ജീവിപ്പിക്കാൻ പറ്റും, നിങ്ങളെ ഞാൻ വെറുതെ വിടുന്ന് വിചാരിക്കണ്ട. നിങ്ങൾ തെറിച്ചു വീഴുന്ന ഒരു ഇന്ദ്രിയമായിരുന്നു, പിന്നെ നിങ്ങൾ ബീജവും ഭ്രൂണവും ഒക്കെയായി നിങ്ങളെ മാറി ആണും പെണ്ണൊക്കെ ആക്കി തിരിച്ചു കൊണ്ടുവന്നത് ഞാനാണെങ്കിൽ എനിക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന. അതിന് അല്ലാഹു തആല പറഞ്ഞൊരു കാരണം, നമ്മളെ വിരല് അല്ലെ എല്ലായിടത്തും കൊണ്ടുപോയി പതിക്കാൻ പറ്റണ സാധനമാണത്. അത് മണ്ണോട് ചേർന്നാലും ഒരാളെ കബറിൽ വെച്ചാല് ദ്രവിക്കാ, അത് കയ്യും പോകും. പക്ഷെ അതുപോലെയുള്ള എന്ത് ചെയ്യും, തിരിച്ചു കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമാ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാനാ. തിരിച്ചു കൊണ്ടുവരും. അവന്റെ കൈ അടയാളങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യും, തിരിച്ചു കൊണ്ടുവരുന്നാണ്. അപ്പൊ അല്ലാഹു തആല നമ്മളെ കൃത്യമായി വീണ്ടും എന്ത് ചെയ്യും, കൊണ്ടുവരും. അതിന് അല്ലാഹു തആല ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിച്ചത്. എനിക്ക് തോന്നുന്നത് സിമ്പിളാണ്, എനിക്ക് തോന്നുന്നത് ഇടങ്ങേറില്ല. നിങ്ങളെ ഉണ്ടാക്കപ്പോ എനിക്ക് നിങ്ങളെ കൊണ്ടാ എനിക്ക് എന്താ പ്രശ്നം? അൻതും അശദ്ദു ഖൽഖൻ മിസ് സമാഉ ബനാഹ. നിങ്ങളെക്കാൾ ഇടങ്ങേറില്ല ആകാശത്തപ്പം ഞാൻ ഉണ്ടാക്കി. നമ്മള് ഒരു പെര ഉണ്ടാക്കുകയാണെങ്കിൽ എന്താ നോക്കുക, ഒരു പീടി ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്ര അല്പല്ല തൂണ് വേണം, ഇത്ര കമ്പി വേണം എന്നൊക്കെയാണ് നമ്മൾ പറയാം. അല്ലാഹു തആല പറഞ്ഞു ബിഗൈരി അമദിൻ തറൗനഹ. നിങ്ങൾ കാണാത്ത തൂണുകൊണ്ട് ഈ ആകാശത്തെ ഉണ്ടാക്കി, ഇത്രയും വലിയ ആകാശത്തെ ഉണ്ടാക്കി. എനിക്ക് പിന്നെ നിങ്ങളെ പോലത്തെ ഇത്ര പോകുന്ന നിങ്ങളെ ഉണ്ടാക്കാൻ വലിയ ഇടങ്ങേറൊന്നും ഇല്ല എന്നാണ്. സൂറത്ത് വാഖയിൽ അല്ലാഹു ചോദിച്ചു, അഫഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. നിങ്ങൾ ശ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളാണോ അതുണ്ടാക്കിയത്? അതിൽ നിന്ന് ഞാനാണോ അതിൽ നിന്ന് നിങ്ങളെ ഉണ്ടാക്കുന്നത് എന്നാണ്. നിങ്ങൾക്ക് പറ്റൂല എന്ന് ഉറപ്പാണ് അല്ലെ. അഫറഅയ്തും മാ തഹ്റുസൂൻ അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. കൃഷിയെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് മുളപ്പിക്കണത് നിങ്ങളാണോ ഞാനാണോ? മണ്ണിന്റെ അടിയിലിട്ട കൃഷി മുളച്ച് പൊന്തി വരുന്നത് നിങ്ങളല്ല ഞാനാണ്, എനിക്കതിന് പറ്റും എന്നാണ്. അഫറഅയ്തും മാ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. ആകാശത്ത് നിന്ന് വെള്ളത്തെ ഇറക്കിത്തരുന്നവൻ അല്ലാഹു ആണ്. ആ വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലൗ നശാഉ ജഅൽനാഹു ഉജാജാ ഫലൗലാ തഷ്കുറൂൻ. നിങ്ങൾ ചിന്തിച്ചോളി, നന്ദി കാണിക്കാൻ വേണ്ടി അതിന് ഞാൻ ഉപ്പ് വെള്ളങ്ങാനും ആക്കിയാലോ എന്നാണ്.
അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ അഅൻതും അൻശഅതും ശജറതാ അം നഹ്നുൽ മുൻശിഊൻ. നിങ്ങൾ കത്തിക്കുന്ന തീയെ കുറിച്ച് നിങ്ങൾക്ക് വല്ല കഥയുണ്ടോ? അത് കത്തിക്കാൻ ഉപയോഗിക്കുന്ന മരങ്ങളെ ഉണ്ടാക്കിയത് ഞാനാണോ അതല്ല നിങ്ങളാണോ? നഹ്നു ജഅൽനാഹാ തദ്കിറ വമതാഅൻ ലിൽ മുഖ്വീൻ. അത് യാത്രക്കാർക്ക് സൗകര്യമാണ്, നിങ്ങൾക്ക് ചില ഓർമ്മപ്പെടുത്തലുമാണ്. അള്ളാഹു നിങ്ങള് ധാരാളമായി ഓർത്തോളി എന്നാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു തആല നമ്മൾ നിസ്സഹായരാണ് എന്ന് പറയാണ്. ഖുലിഖൽ ഇൻസാനു ലഈഫ, ദുർബലനാണ്, ഒന്നിനും പറ്റൂല. ഇപ്പൊ ഉള്ളതൊക്കെ 2 വട്ടം ബാത്റൂമിൽ പോയാ മതി, ഒന്നട് പനിച്ചാ മതി, 4 വട്ടം തുമ്മിയ ഊരിക്കട് കൊളത്തും, രാവിലെ നീച്ചാൻ വയ്ക്കൂല, ഒന്നത് പനിച്ച മൂലൊക്കെ കിടക്കും. ഇതൊന്നും പറ്റാത്തവരാണ്. അതൊന്നും ഇല്ലാത്തപ്പോ അങ്ങനെ എന്ത് ചെയ്യാം? കുഴപ്പമൊന്നും ഇല്ലാതെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യാം? പോകാൻ പറ്റും. ഇതൊക്കെ ഒരു പിടുത്തട് പിടിച്ചാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ദുർബലരാണ്, കിബർ കാട്ടണ്ടെന്നാണ്. നിങ്ങൾ കുടിക്കണ വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതെങ്ങാനും പറ്റിപ്പോയാൽ നിങ്ങൾക്ക് ഞാരാ കൊണ്ടുവരാന്നാ. മഞ്ഞ് വീകുമ്പോ ആൾക്കാർ പറയും ഇങ്ങനെ മഞ്ഞ് വീണാല് വെള്ളം ചെയ്യും, കിണറ്റിലെ വെള്ളമൊക്കെ കുറയും. അത് പറ്റിയാ പിന്നെ നമുക്കൊന്നും കാട്ടാൻ പറ്റൂല. ആ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ട് ഉണ്ടോന്നാണ്. അപ്പൊ ഇതൊക്കെ അള്ളാഹു പറയണത് നിങ്ങൾ ജീവിതത്തിലൊരു ഗൗരവം കാണിക്കണം. ഇത് വെറുതെ ഇങ്ങനെ കളിയായി കാണാനുള്ളതല്ല. ഈ ജീവിതം കളി തമാശക്കുള്ളതല്ല. അള്ളാഹുവിൽ നിന്ന് ഏതൊരു പുതിയ വിവരങ്ങൾ വരുമ്പോഴും അവരിങ്ങനെ കളിയാക്കും. എന്താ ഇതാപ്പോ മുഹമ്മദ് പഠിച്ചോൻ പറഞ്ഞ് ദിനാപജില്ല ഇത്രയുള്ളൂ എന്നവരിങ്ങനെ ചോദിക്കും. ഓരോ പ്രവാചകന്മാരെയും കളിയാക്കിയും പരിഹസിച്ചും ഒക്കെ നടന്നു. എന്തേ കാരണം അറിയോ? അവര് പറഞ്ഞത് ദുനിയാവ് ഇവിടെ തീരുന്നാണ്. എന്നാൽ അല്ലാഹു തആല പറഞ്ഞു ദുനിയാവ് ഇവിടെ തീരൂല, മരണത്തോടെ യഥാർത്ഥ ജീവിതം തുടങ്ങുമെന്നാണ്. മരണത്തോടെ യഥാർത്ഥ ജീവിതം തുടങ്ങുമ്പോൾ ദുനിയാവിൽ വെച്ച് മനുഷ്യൻ പറയുന്ന വാക്കാണ്, പടച്ചോനെ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു റബ്ബിർജിഊൻ. ഒന്ന് മടക്കി തന്നാൽ, ഒന്ന് സമയം തന്നാൽ, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു. പുതിയത് ചെയ്തോളാന്ന് അയാൾ പറയണില്ല. ഞാൻ ചെയ്യാതെ മാറ്റി വെച്ച കാര്യങ്ങൾ എന്ത് ചെയ്തോളാം? ചെയ്തോളാം. ഒരു നിസ്കാരം ഒരു 6 വക്താക്കിക്കോളാം, സുബഹി ഒരു 4 റക്അത്ത് ആക്കിക്കോളാം, റമളാൻ ഒരു 4 പീസ് ആക്കിക്കോളാന്നല്ല അയാൾ പറയണത്. ചെയ്യാത്തത് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ട്, അത് ഞാൻ എന്ത് ചെയ്തോളാം? ചെയ്തോളാന്നാണ്. അത് ഏത് കൊമ്പനും തോന്നുന്നതാണ്, ഏത് വലിയ അഹങ്കാരിക്കും തോന്നും. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിൽ പറഞ്ഞു, വജാവസ്നാ ബനീ ഇസ്രായീലൽ ബഹർ ഫഅത്ബഅഹും ഫിർഔന വജനൂദുഹു ബഅയൻ വഅദുവാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബനൂ ഇസ്രായേലുകാരുമായി ആ കടലിനപ്പുറത്തേക്ക് മുറിച്ചു കടക്കുമ്പോൾ ഫിർഔനും കൂട്ടരും അവന്റെ സംഘവും അഹങ്കാരത്തോട് കൂടി അവരെ പിന്നാലെ പോയി. ഹത്താ ഇദാ അദ്റകഹുൽ ഉറഖു, അവൻ മുങ്ങി മരിക്കുന്ന ഘട്ടമെത്തിയപ്പോൾ ഖാല ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. മുങ്ങി മരിക്കണ ഫിർഔൻ പറഞ്ഞ വാക്കാണത്. ഞാൻ മുസ്ലിമായി, ഞാനിപ്പോ മൂസന്നി ഹാറൂന്റെ ഒക്കെ പടച്ചൊല്ല വിശ്വസിച്ചുകണ്. വെള്ളം കുടിച്ച് മരിച്ചാണ് ഫിറൗന സ്വർഗത്ത് പോവുക. വെള്ളം കുടിച്ചിട്ടാണ് മരിച്ചത് സ്വർഗത്ത് പോകെങ്കിൽ ഇഷ്ടം പോലെ വെള്ളം കുടിച്ചിട്ട് എന്ത് ചെയ്തു? അവിടെ പോയി. അപ്പോഴല്ല ചോദിച്ചത്, ഇത്രയും സമയം ഉണ്ടായിട്ട് ഇത്രയും സമയം ഉണ്ടായിട്ട് ഇപ്പോഴപ്പം തോന്നുന്നു, മുമ്പ് എനിക്കിതൊന്നും തോന്നിയില്ലല്ലോ. വകുന്ത മിനൽ മുഫ്സിദീൻ, മുഫ്സിദീങ്ങളെ കൂട്ടത്തിൽ ഇങ്ങനെ പോകല്ലേനോ? നേരത്തും അല്ല ചോദിച്ചത് ഈ സമയത്താണോ, ഇപ്പൊ എനിക്ക് സമയം കിട്ടിയിട്ടുള്ളൂ എന്നാണ് ചോദ്യം.
എന്തുകൊണ്ടാണ് മരണത്തിനു വേണ്ടി മനുഷ്യർ ഒരുങ്ങാത്തതെന്ന് ചോദിച്ചാൽ, ദുനിയാവിനോട് ഇഷ്ടം കൂടിയിട്ടാണ്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇർതഹലത്തി ദുനിയ മുദ്ബിറ, ദുനിയാവ് പിന്നോട്ടാണ് യാത്ര തിരിക്കുന്നത്. വർത്തഹലത്തിൽ ആഖിറത്തു മുഖബില, ആഖിറത്ത് മുന്നോട്ടാണ് യാത്ര തിരിക്കുന്നത്. കഴിഞ്ഞുപോയ സമയങ്ങളൊന്നും ഇനി തിരിച്ചു കിട്ടൂല. ഒരു 2025 കഴിഞ്ഞ് 26 കാത്തിക്കാൻ വേണ്ടി കലണ്ടറുകള് മാലപ്പടക്കി കരം പരിയില് എവിടെ ചെന്നാലും കലണ്ടർ, ഇഷ്ടം പോലെ കലണ്ടർ തൂക്കി കാണും. 2026 ആയിക്കണമെങ്കിൽ 25 കുറച്ചിടതിന് വിചാരിച്ച് കയറി ആൾക്കാര്. ആ സമയം, കഴിഞ്ഞുപോയ സമയങ്ങൾ പിന്നെ കിട്ടൂല. വലികുല്ലി വാഹിദിൻ മിൻഹുമാ അൽ ബനൂൻ, രണ്ടിനും മക്കളുണ്ട്. ദുനിയാവിനും ചില മക്കളുണ്ട്, പരലോകത്തിനും മക്കളുണ്ട്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ, നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാകണം, ദുനിയാവിന്റെ മക്കളാകരുത്. കാരണം ഫഇന്നൽ യൗമ അമലൻ വലാ ഹിസാബ്, ഇവിടെ ഇന്ന് അമലിനുള്ള ലോകാണ്, ഹിസാബില്ല. ഹിസാബില്ല എന്ന് പറഞ്ഞാല് ശരിയായ ഹിസാബ് ഇവിടെ ഇല്ല. വഗദൻ ഹിസാബുൻ വലാ അമൽ, നാളെ ഹിസാബുണ്ട്, അമല് ഇല്ല. ഇവിടെ നിന്ന് അമൽ ചെയ്ത് പോയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പരലോകത്തേക്ക് വല്ലതും കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു തആല ദുനിയാവിനെ പറ്റി പ്രയോഗിച്ചപ്പോൾ അൽ ആജില, അജ്ലത്, ധൃതി എന്നാണ് പ്രയോഗിച്ചത്. പെട്ടെന്ന് തീരുന്നത് എന്നാണ് പ്രയോഗിച്ചത്. ദുനിയാവ് പെട്ടെന്ന് തീരും, സമയമില്ലാതെ എന്ത് ചെയ്യും, തീരും. ഇന്നലെ ചിലപ്പം ബുധനാഴ്ച, ഇനി പഠിച്ചാൽ വെച്ചാൽ ബുധനാഴ്ച ആയോ തോന്നും. സമയം ഇങ്ങനെ വേഗത്തിൽ പോകും. ഇന്ന ഹാഹുലാഹി യുഹിബ്ബൂനൽ ആജില, ഈ ആൾക്കാർക്ക് ഇഷ്ടം ആജിലത്തിനെയാണ്, പെട്ടെന്ന് തീരുന്നതിനെയാണ്. വയദറൂന വറാഅഹും യൗമൻ സഖീല, ഇവർക്ക് പിന്നിൽ ഭാരമേറിയ ഒരു ദിനം വരാനുണ്ട്, ആ ദിനത്തെ അവർ വിട്ടുകളയുന്നു. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ, അവർക്ക് ആജിലത്തിനെയാണ് ഇഷ്ടം, പരലോകത്തെ അവർ വിട്ടുകളയുന്നു എന്നാണ്. മൂന്നാമത് അല്ലാഹു തആല ആജിലത്തി എന്ന് പ്രയോഗിച്ചത് സൂറത്ത് ഇസ്രായിലാണ്. പെട്ടെന്ന് തീരുന്നതാണ് ദുനിയാവ് എന്ന് പറഞ്ഞത്. മൻ കാന യുരീദുൽ ആജില അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ് ثم جعلنا له جهنم يصلاها مذموما مدحورا. പെട്ടെന്ന് തീരുന്ന ദുനിയാവാണ് ഒരാൾക്ക് ആവശ്യമെങ്കിൽ ചിലതൊക്കെ കിട്ടും. ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു, മൻ കാനത്തി ദുനിയ ഹമ്മഹു, ആരുടെയെങ്കിലും ലക്ഷ്യം ദുനിയാവാണെങ്കിൽ, അതിന് തുടർച്ച പറഞ്ഞു വമൻ കാനത്ത് ഹമ്മഹു ബിൽ ആഖിറ, ആരുടെയെങ്കിലും ലക്ഷ്യം പരലോകമാണെങ്കിൽ, പരലോക ലക്ഷ്യാക്കണവനെ അള്ളാഹു ദുനിയാവിനെ എളുപ്പാക്കി കൊടുക്കും. ദുനിയാവ് ലക്ഷ്യമാക്കുന്നവന്റെ കയ്യിൽ നിന്ന് ഫറഖല്ലാഹു അലൈഹി ശംല, അവന്റെ ആവശ്യം ഇങ്ങനെ മാറുന്നതാണ്, അവന് വിചാരിച്ചെടുത്ത് എത്തൂല. ദുനിയാവ് ആഗ്രഹിച്ചൊരു കാര്യത്തിന് ഇങ്ങനെ പൈസ ഒരുക്കൂട്ടേക്കാരം, അപ്പോഴേക്കാരം സ്കൂളിൽ നിന്നൊരു ഫോണ്, കുട്ടി വീണുകണ്, കയ്യ് പൊട്ടിയിക്കണേ അറിയും, എടുത്തച്ച പൈസ അതിന് പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അയച്ചാൽ വെച്ച് ഒരുക്കൂട്ടും, അപ്പൊ ഉണ്ടാവും അടുത്ത ഫോണ്, ബാപ്പാക്ക് അറ്റാക്ക് നിൽക്കണേ, അത് കഴിഞ്ഞ്. ആരെങ്കിലും ദുനിയാവാണ് ലക്ഷ്യമെങ്കിൽ അള്ളാഹു അയാളുടെ ശംലാഗ്രഹങ്ങൾ ഇങ്ങനെ അകറ്റിക്കൊടുക്കും, അടുപ്പിച്ചെടുക്കൂല. എന്നാൽ ആരുടെയെങ്കിലും ലക്ഷ്യം ദുനിയാവാണെങ്കിൽ, പരലോകമാണെങ്കിൽ ജമ അല്ലാഹു ശംലഹു, അവന്റെ ആഗ്രഹങ്ങൾ അല്ലാഹു ഇങ്ങനെ അറിയാതെ പൂർത്തിയാക്കി കൊടുക്കും. അവൻ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അയാൾക്ക് ദുനിയാവ് കിട്ടും. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. അവിടെ പ്രവർത്തനങ്ങളെ അള്ളാഹു നന്ദിയോടുകൂടി ഓർക്കും. അപ്പൊ നമുക്ക് ദുനിയാവാണോ ലക്ഷ്യം വേണ്ടത്, പരലോകമാണോ? ഉത്തരം ദുനിയാവ് മാത്രം പോരാ, പരലോകം വേണമെന്നാണ്. ഒരു സഹാബി മെലിഞ്ഞൊട്ടിക്കണേ, പറ്റ വൈഫായിക്കണേ,
അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കാണാൻ ചെന്നപ്പോ ചോദിച്ചു, നിങ്ങൾ എന്താ പ്രാർത്ഥിക്കലോ ചോദിച്ചു. അയാള് പറഞ്ഞു, അള്ളാഹുവേ, എന്നെ ശിക്ഷിക്കാൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ ദുനിയാവിൽ ശിക്ഷിക്കണേ, പരലോകത്തേക്ക് കൊണ്ടുപോകരുതേ എന്നാ ഞാൻ പ്രാർത്ഥിക്കേ. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ലാ തുതീഖു, ഇനി നിങ്ങൾ അങ്ങനെ പറയരുത് കേട്ടോ. നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ചില ആൾക്കാർക്ക് ഓവർ ഈമാൻ കൂടിയിട്ട് പറയും, ഇവിടെ എങ്ങനെയായാലും മാണ്ടില്ല, ഇവിടെ എങ്ങനെയായാലും പോരാ, ഇവിടെ എന്ത് ചെയ്യണം, ഉഷാറാവണം, പരലോകത്തും ഉഷാറാവണം. പക്ഷെ എന്തല്ല, തല മറന്ന് എണ്ണ തേക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ദുനിയാവും വേണം, പരലോകവും വേണം. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, മൻ കാന യുരീദു ഹർസൽ ആഖിറ നസിദ് ലഹു ഫീ ഹർസിഹി വമൻ കാന യുരീദു ഹർസദ് ദുനിയാ നുഅതിഹി മിൻഹാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. മൻ കാന യുരീദു ഹർസൽ ആഖിറ, ആരാണോ പരലോകത്തെ കൃഷി ആഗ്രഹിക്കുന്നത്, നസിദ് ലഹു ഫീ ഹർസിഹി, അവന്റെ കൃഷിയിൽ ഞാൻ അവനെ ധാരാളിത്വം നൽകും, അധികരിപ്പിച്ചു കൊടുക്കും. വമൻ കാന യുരീദു ഹർസദ് ദുനിയാ, ആരാണോ ദുനിയാവിന്റെ കൃഷിയെ ആഗ്രഹിക്കുന്നത് എങ്കിൽ നുഅതിഹി മിൻഹാ, ദുനിയാവിൽ നിന്ന് ഞാൻ അവന് ചിലതൊക്കെ നൽകും. തീരെ കൊടുക്കൂല എന്ന് പറഞ്ഞില്ല, ദുനിയാവുന്നും കിട്ടും. പക്ഷേ വമാലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, പരലോകത്തെത്തുമ്പോൾ അവർക്ക് യാതൊരു കാര്യവും ഉണ്ടാകുന്നതല്ല. അപ്പൊ നമുക്ക് എന്ത് വേണം, ദുനിയാവും വേണം, പരലോകവും വേണം. ഇൻഷാ അല്ലാഹ് നമ്മള് ഇതൊക്കെ പറഞ്ഞിട്ട് ജമാഅത്തിന് പോകാൻ പറ്റില്ലല്ലോ അല്ലെ. അതുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യാണ്, ജമാഅത്തിന് പോവുകയാണ് വേണ്ടത്. ദുനിയാവ് പെട്ടെന്ന് അവസാനിക്കുന്നതാണ് എന്നാണ്. ഒരു മനുഷ്യനെ ഉപദേശിച്ചു കൊണ്ടിരിക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് പറഞ്ഞത് 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങൾ താങ്കൾ ഉപയോഗപ്പെടുത്തണം എന്നതാണ്. അതിലൊന്ന് വാർദ്ധക്യത്തിന് മുമ്പ് യുവത്വം ഉപയോഗപ്പെടുത്താനാണ്. വാർദ്ധക്യം വന്നാൽ പിന്നെ യുവത്വത്തിലേക്ക് തിരിച്ചു വരവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ചികിത്സിച്ചോളി, വാർദ്ധക്യത്തിന് മരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ചില രോഗികളോട് പറയും, നിങ്ങൾ എന്ത് ചെയ്തോളി, ഇനിയിപ്പോ നിങ്ങളിവിടെ കടന്നിട്ട് കാര്യമൊന്നുമില്ല, വീട്ടിൽ പൊയ്ക്കോളി, പിന്നെ ഇങ്ങനെ ഒരു സമാധാനത്തിൽ വന്നിട്ടൊരു സൂചിയൊക്കെ അടിച്ച് ഗ്ലൂക്കോസൊക്കെ കയറ്റി പോകാന്ന് പറയും. അതിന് മരുന്നില്ല. ആ വാർദ്ധക്യം വരുന്നതിന് മുമ്പ് യുവത്വം ഉപയോഗപ്പെടുത്തുക എന്നതാണ്. രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തുക. ഒഴിവ് സമയത്തെ ബിസി ആകുന്നതിന് മുമ്പ് ഉപയോഗപ്പെടുത്തുക. ദാരിദ്ര്യത്തിന് മുമ്പ് ഐശ്വര്യത്തെ ഉപയോഗപ്പെടുത്തുക. വഹയാതക ഖബല മൗതിക, നിന്റെ മരണത്തിന് മുമ്പ് നിന്റെ ഹയാത്തിനെ നീ ഉപയോഗപ്പെടുത്തണം എന്നാണ്. ഇപ്പോ ഈ സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഹയാത്ത് ഉണ്ട്. എപ്പോഴാണ് അത് മൗത്തിലേക്ക് മാറുക എന്ന് പറയാൻ പറ്റൂല. ആ മാറുന്നതിന് മുമ്പ് ജീവിതത്തെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ട പണി. ഒരു ദിനം കഅന്നനി ബൈന ജല്ലിൽ അഹ്ലി മുൻതരിഹ, എന്റെ കുടുംബങ്ങൾക്ക് മുമ്പിൽ നിശ്ചലനായി നമ്മൾ കിടക്കുന്ന ഒരു ദിനമുണ്ട്. നമ്മുടെ കട്ടിൽ വീട്ടിലുള്ളവർ പിടിച്ചു കുലുക്കി വലിയ കരച്ചിൽ വരുന്ന ദിനം. പെട്ടെന്നെടുത്ത് ഓടി ഹോസ്പിറ്റലിലേക്ക് പോകും. എങ്ങനെയെങ്കിലും ആ ആംബുലൻസിൽ കിടക്കുന്ന ആളൊന്ന് രക്ഷപ്പെട്ടെങ്കിലെന്ന് വിചാരിച്ച് എല്ലാവരും സഹകരിക്കുകയാണ്. അതുകൊണ്ടാണ് ആംബുലൻസ് വെച്ചുണ്ടാക്കിയ റോട്ടിൽ നിന്നൊക്കെ ആൾക്കാർ മാറിക്കൊടുക്കും. ആരായിലുണ്ട്, ഒന്ന് ഹയാത്തേക്ക് തിരിച്ചു വന്നോട്ടെ, മരണപ്പാച്ചിൽ പായാണ് എന്ന് വിചാരിച്ച്. ഡ്രൈവർക്ക് വണ്ടി സ്പീഡ് ഉണ്ടാവില്ല, ബാക്കിൽ ഇരിക്കുന്നവർക്ക് സ്പീഡ് ഉണ്ടാവില്ല, കുണ്ടും കുഴിയൊന്നും ഒരു പ്രശ്നവും എന്തുണ്ടാവില്ല അവർക്ക് ഉണ്ടാവില്ല. പോണ പോക്കെന്തെയും പോകും.
പക്ഷേ ഒരു ഡോക്ടറുടെയും നിർദ്ദേശങ്ങളും ചികിത്സകളും ഉപകാരപ്പെടാതെ മരണം നമ്മെ പിടിച്ചു വലിച്ച് റൂഹ് നമ്മുടെ തൊണ്ടയിൽ നിന്ന് തിരിച്ചു പോകുന്ന, ആത്മാവിനെ നമ്മിൽ നിന്ന് എടുത്തു പോകുന്ന ഒരു ദിനം വന്നാൽ നമ്മുടെ ശരീരത്തിൽ പുതപ്പിട്ട് മൂടി പിന്നീട് ബാക്കി കാര്യങ്ങൾക്ക്, ചുറ്റുപാടുകൾക്ക് വേണ്ടി ആളുകൾ ഓടിത്തുടങ്ങുന്ന സമയമാണ്. കഫൻ പുടവക്കും കുളിപ്പിക്കാനുള്ള വസ്തുക്കൾക്കും കുളിപ്പിക്കാനുള്ള സൗകര്യങ്ങൾക്കും വെള്ളം പോകാൻ കുത്തുന്ന കുഴികൾക്കൊക്കെ വേണ്ടി ആളുകൾ ഓടുന്ന ഓട്ടത്തിന്റെ സമയമാണ്. വസ്ത്രം ധരിച്ച നമ്മുടെ വസ്ത്രങ്ങൾ മറ്റുള്ളവർ എടുത്തുമാറ്റി നമ്മുടെ ശരീരത്തിലേക്ക് വെള്ളങ്ങൾ ഒഴിച്ച് നമ്മെ കുളിപ്പിച്ച് കഫൻ പുടവയിൽ നമ്മെ പൊതിഞ്ഞ് അവസാനം അത്രകൾ പുരട്ടി നമ്മളെ കൊണ്ടുപോകും. വേറൊന്നും കൊണ്ടുപോകാൻ പറ്റൂല, ഒരു സാധനം കൊണ്ടുപോകാൻ അയക്കൂല. കമ്മലൊക്കെ ഉണ്ടെങ്കിൽ മുറിച്ചെടുക്കും, മോതിരൊക്കെ ആണെങ്കിലും കിട്ടൂലെങ്കിലും മുറിച്ച് മാന്തി പറിച്ചെടുക്കും. ഒന്നും കൊണ്ടുപോവാൻ അനുവദിക്കാതെ നാലാളുകളുടെ ചുമയിൽ മുന്നിലും പിന്നിലും ആളുകൾ നടന്ന് ഖൽഫൽ ഇമാമി ഫസല്ല സുമ്മ വദ്ദഅനി, ഇമാമിന് പിന്നിലേക്ക് നമ്മളെ വെച്ച് നമുക്ക് വേണ്ടി ആളുകൾ നിസ്കരിക്കും. സല്ലു അലയ്യ സ്വലാത്തൻ ലാ റുകൂഅ ലഹാ വലാ സുജൂദ് ലഅല്ലല്ലാഹ യർഹമുനി. അല്ലാഹു എന്നോട് കാരുണ്യം കാണിച്ചാലോ എന്ന് വിചാരിച്ച് ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥന? നമുക്ക് വേണ്ടിയാണ് പ്രാർത്ഥന, കിടക്കുന്ന ആൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥന. ഞാനൊരു കല്യാണം കഴിച്ചു പറഞ്ഞ എന്റെ പെണ്ണുങ്ങള് കച്ചറുണ്ടാക്കും, ഹറാമ ഇത് പറഞ്ഞ പ്രശ്നം ഉണ്ടാവില്ല. രണ്ടാമതൊരു ഹലാലായ ഒരു പെണ്ണിട്ട് പറഞ്ഞ ആകെ കച്ചറയിക്കാരോ. എന്റെ കുട്ടികൾ തെറ്റിപ്പോവും, എന്റെ അപ്പ കണ്ടാ മുണ്ടൂല, ഇമ്മാക്കൊരു കുയിന്തയിക്കാരോ, അമ്മായിമ മുണ്ടൂല, ആർക്കും എല്ലാവർക്കും ഇങ്ങോട്ട് പിരാന്തയിക്കാരോ. പക്ഷെ അവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ മരിച്ചാലേ. വബദിൽ ഹുദാറൻ ഖൈറൻ മിൻ ദാരിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി എന്ന് അവരൊക്കെ പ്രാർത്ഥിക്കും. അപ്പോൾ ആർക്കും ആ പ്രശ്നം ഉണ്ടാവില്ല. അതുവരെ ഉണ്ടായിരുന്നത് അതൊന്നും വേണ്ട, ഇനി വേറെ. എന്റെ അമ്മായിമ എങ്ങനെയാ പറയാ, പടച്ചോനെ വബദിൽഹു സൗജൻ ഖൈറൻ മിൻ സൗജിഹി, എന്റെ മോളേക്കാൾ നല്ലൊരു പെണ്ണിന് ഓന് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. എന്റെ മക്കള് പറയുന്നതാണ്, എന്റെ ഉപ്പക്ക് എന്റെ ഉമ്മയേക്കാൾ, എന്റെ ഭാര്യ പറയും എന്നേക്കാൾ എന്നിങ്ങനെ പറയുന്ന ഒരു ദിനാണത്. ആ ദിനം കഴിഞ്ഞ് ആളുകളൊക്കെ തിരിച്ചു പോന്നാൽ നമ്മൾ പിന്നെ ഖബറിലാണ് ഉണ്ടാവുക. വീട്ടിലെ മെത്ത പിരിഞ്ഞ നമുക്ക് കാട്ടിൽ 6 അടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കുന്ന നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. പാടാനും കേൾക്കാനൊക്കെ രസമാണ്. പക്ഷെ അങ്ങനത്തെ ഒരു ദിനത്തെ പറ്റി നമ്മൾ ചിന്തിച്ചാൽ, ജീവിതത്തിന്റെ അവസാനവും പൂർത്തീകരിച്ച് ഖബറുകളിലേക്ക് നമ്മൾ എത്തിയാൽ, വഅൻസലൂനി ഇലാ ഖബരി അലാ മഹ്ലിൻ, എന്നെ ഖബറിലേക്ക് വളരെ ശ്രദ്ധയോടെ ഇറക്കി വെക്കും. കല്ല് ചാടാനായിക്കൂല, ചവിട്ടാനായിക്കൂല, കരുതി എന്നെങ്ങനെ ഖബറിലേക്ക് ഇറക്കും. വഖദ്ദമു വാഹിദൻ മിൻഹും യുലഹിദുനി, 1-2 പേർ ഖബറിലേക്ക് ഇറങ്ങി ഇന്നവർ ലഹലിലേക്ക് വെക്കും. എന്നിട്ട് അയാൾ പറയും, ഹുല്ലു അലൈഹി തുറാബ വഅ്തനിമു ഹുസ്ന സവാബി മിനർ റഹ്മാനി ദിൽ മിനനി, ഒക്കെ വെച്ചിട്ടുണ്ട്, പലകൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി മണ്ണിട്ടോളി, ഇനി പേടിക്കാല്ല, മണ്ണിട്ടോളി, ശരിയാണ് എന്നയാൾ പറയും. പിന്നെ ഞാൻ ഒറ്റക്കാണ്. ഫീ ദുലുമത്തിൽ ഖബരി ലാ ഉമ്മുൻ ഹുനാക വലാ അബുൻ ശഫീഖുൻ വലാ അഖീ യുഅന്നിസുനി, എന്നെ ആശ്വസിപ്പിക്കാൻ എന്റെ ഖബറിൽ ഒരു പിതാവോ ഉമ്മയോ ഉണ്ടാവുകയില്ല. ആശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്ന സഹോദരനില്ല. ഫരീദുൻ വഹീദുൽ ഖബരി, ഞാൻ എന്റെ ഖബറിൽ ഏകനായിരിക്കും. അലൽ ഫിറാഖി ബിലാ അമലി യുസവ്വിദുനി, മതിയായ സാദില്ലാതെ വിഭവമില്ലാതെ ഞാൻ എന്റെ ഖബറിൽ കിടക്കും. ആൾക്കാരൊക്കെ തിരിച്ചു പോരും.
എനിക്ക് എന്റെ നാട്ടിൽ വെച്ചേ പറയാൻ പറ്റുള്ളൂ അല്ലേ. തൊട്ടടുത്ത് ഒരു കട ഉണ്ട്. ആ കടയിൽ വന്നിട്ട് ചായ കുടിക്കും. ആ കടക്കാരനൊരു പ്രത്യേകത ഉണ്ട്. ആരാണോ മരിക്കണത് ആ മരിച്ച ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർക്ക് അയാൾ ഫ്രീ ആയിട്ട് ചായ കൊടുക്കും. കാരണം അയാൾ പറയണ എന്താ അറിയോ, മരിച്ച ആ ബന്ധു, എന്റെ ഉമ്മ മരിച്ചു, അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ, അന്ന് എനിക്ക് ഫ്രീ ആയിട്ട് അയാൾ ചായ തന്നു. അയാൾ എന്താ പറഞ്ഞറിയോ, ഉമ്മ മരിച്ച തിരക്കില് നമുക്ക് പൈസനൊന്നും തിന്നാൻ പറ്റിയിട്ടുണ്ടാവില്ല, നിക്കുന്റെ അപ്പാക്കൊക്കെ വിളിച്ചിട്ട് അയാൾ ചായ തന്നു. അയാൾക്ക് എല്ലാവർക്കും അയാൾ അങ്ങനെ ചെയ്യും. അയാളൊരു സേവനം എന്ന നിലക്ക്. പിന്നെ ആൾക്കാരൊക്കെ തിരക്കൊക്കെ മാറും. പിന്നെ ഇങ്ങനെ സമയം സാഹചര്യങ്ങളൊക്കെ മാറും. നോക്കിങ്ങള് നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ എടുക്കാറുണ്ടോ? ഉമ്മ മരിച്ചതിന്റെ ഉടനെ അമ്മ മരിച്ചോളും എന്റെ മനസ്സ് പൊട്ടുമായിരുന്നു. ഇപ്പൊ അങ്ങനെ പൊട്ടുണ്ടോ? പൊട്ടണില്ല. കൽബകന്നാൽ കണ്ണകന്നാൽ കൽബകലും, ഇത്രേ ഉണ്ടാവുള്ളൂ. ആർക്കും നമ്മളെ വേണ്ടി വരൂല, ആർക്കും നമ്മളെ ഓർമ്മ ഉണ്ടാവില്ല. ആദ്യമൊക്കെ അല്ലേ എന്റെ വീട്ടിൽ ഫസ്റ്റ് ഉമ്മ മരിച്ചിട്ട് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയെന്ന് ഭയങ്കര ഇടങ്ങേറേനെ എല്ലാവർക്കും. ഇപ്പോഴോ ഒരു പ്രശ്നവുമില്ല. അപ്പൊ എത്രയും ഉണ്ടാക്കുക എത്രയും തിന്ന ആർക്കൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. ഇത്രേ ഉണ്ടാവുള്ളൂ, ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഇത്രയൊക്കെ മനുഷ്യന്മാരെ കഥ. എല്ലാരെ കഥയും അങ്ങനെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കബർസ്ഥാനിൽ പോകും. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ എന്നോട് എന്റെ കുട്ടി ചോദിച്ചു, 1ാം ക്ലാസ്സിൽ പഠിക്കണ എന്റെ കുട്ടി ചോദിച്ചു, അല്ല പച്ചേ ഇനി കബറിങ്ങൾക്കൊന്നും പോണ്ടേ? ഞാൻ പോണതോ കാണല്ല, അന്നോനൊക്കെ കൊണ്ടുപോയി ചേലാക്കിന്. പിന്നെ ഞാൻ പോണോ കാണാത്തോണ്ടോ ചോദിക്കാം, ഇനി പോകേണ്ട ആവശ്യമില്ലേ, കുറച്ചു ദിവസം പോയാൽ മതിയോ? ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ, ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കുക. ആൾക്കാരൊക്കെ തിരിച്ചു പോരും. ഓരോല ലോകത്താകും, ഓലവരെ ലോകത്തേക്ക് തിരിച്ചു യാത്ര തിരിക്കും. പക്ഷേ ഖബറിൽ പിന്നെ നമ്മൾ ഒറ്റക്കാണ്. എന്നെ ചോദ്യം ചെയ്യാനായി മുൻകറും നക്കീറും വരും. ഞാൻ അവരോട് എന്തുത്തരം പറയും? അവരെന്നെ പിടിച്ചിരുത്തി എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഞാനാണെങ്കിൽ തിന്മകളിൽ മുഴുകിയിരിക്കുന്നവനായിരുന്നു. ഞാൻ എന്താ പറയാ? ഒന്നും പറയല്ലെന്ന്. അതുകൊണ്ടാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഫാത്തിമ ബീവി മരിച്ചാരെ ബഖീഉൽ ഗർഖദ് കാണാൻ വേണ്ടി പോയി. കൂടെ കുറെ ആൾക്കാരുണ്ട്. അദ്ദേഹം അവിടെ ചെന്നിട്ട് ചോദിച്ചു, യാ അഹ്ലൽ ഖുബൂർ വമൽ അഖ്ബാറു ഇൻദകും, എന്താ നിങ്ങളെ വർത്താനം? ഓലെന്തെങ്കിലും പറയും വിചാരിച്ചിട്ടല്ല, കൂടെല്ല ആൾക്കാർക്ക് വല്ലതും തിരിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നൽ ഖബറ ഇൻദന, എന്നാൽ എനിക്ക് ചില വർത്തമാനങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എന്താണത്? അന്ന അംവാലക്കും ഖദ് ഖുസ്സിമ വ അന്ന ബുയൂതകും ഖദ് സുക്കിന വ അന്ന അസ്വാജകും ഖദ് സുവ്വിജ. എന്നിട്ട് അദ്ദേഹം കരഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞറിയോ? നിങ്ങൾ മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ്. വസ്തബ്ദൽതു സൗജതി ബഅലൻ ലഹാ ബദലി, എനിക്കു പകരം നിങ്ങൾക്ക് പകരം നിങ്ങളുടെ ഇണ മറ്റൊരു ഇണയെ തേടിയിരിക്കുന്നു. നിങ്ങളുടെ മക്കൾ അവർ യതീമുകളായിരിക്കുന്നു, മറ്റുള്ളവർ അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ മറ്റുള്ളവർ താമസിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ മരിച്ചു, ഒരു റമളാനിലെത്തിയാണ് അയാൾ മരിക്കുന്നത്. ഒരുപാട് കടണ്ടായിരുന്നു, അയാൾ മരിച്ചു, അപകടത്തിൽ മരിച്ചു. അയാൾ മരിച്ചപ്പോ ഏറ്റിയാൽ പൊന്താത്ത കടവും വിധവയും 3-4 മക്കളുള്ള കുടുംബം. അവളെ വേറൊരാള് കെട്ടി. അയാളിട്ട തറല്ലേ, അയാളത് പണിയെടുത്തു. അയാളെ കടങ്ങളൊക്കെ ഇയാൾ വീട്ടി. എന്നിട്ട് അയാളിട്ട തറയിൽ ഇവൾക്ക് അയാളൊരു വീടുണ്ടാക്കി കൊടുത്തു. അത്രേ ഉണ്ടാവുള്ളൂ ജീവിതമെന്നാണ്. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് പറഞ്ഞു, വല്ലാഹി ലവിസ്തതാഉ അയ്യുജീബു ലഖാലു, അവർക്കെങ്ങാനും ഉത്തരം പറയാൻ പറ്റുമായിരുന്നെങ്കിൽ അവരെന്നോട് ഇങ്ങനെ പറയുമായിരുന്നു. അവർക്ക് പറ്റൂല. എന്നിട്ട് അവരെന്തു പറയായിരുന്നു? അലി ഇന്ന വജദന അന്ന ഖൈറ സാദി തഖ്വ, ഏറ്റവും നല്ല വിഭവം തഖ്വയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് തിരിഞ്ഞേന്ന. സുഹൃത്തുക്കളെ, ഞാനും നിങ്ങളും പറയും എന്നാണ് ആ പറഞ്ഞത്. അതിലിപ്പം നമ്മൾ ജീവിക്കണ ഈ നാടില്ലേ, അത് നമ്മളെ പറ്റിക്കണതാണ്, വഞ്ചിക്കണതാണ്. ഫലാ തഉറന്നക ദുനിയാ വസീനതഹാ വൻദുർ ഇലാ ഫിഅലിഹാ ബില്ലഹ്ലി വൽ വതനി. ഈ ദുനിയാവ് വഞ്ചിക്കും. ദുനിയാവിനെ പിടിച്ചെടുത്ത ആളുകളൊന്നും ഇവിടുന്ന് കഫൻ പുടവയും അതേപോലെ തന്നെ സുഗന്ധങ്ങളും അല്ലാതെ ഒന്നും കൊണ്ടേയിട്ടില്ല. ഖുദിൽ കനാഅത മിൻ ദുനിയാക വർള ബിഹാ
ലൗലം യകുൽ ലക ഇല്ലാ റാഹത്തുൽ ബദനി. കുറച്ചൊക്കെ ഇടങ്ങേറുണ്ടായാലും പ്രശ്നമല്ല, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടോ എന്നാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തഖ്വ എന്താണ് എന്ന് പറയുന്നിടത്ത് കാണാൻ പറ്റും. തഖ്വ എന്നാൽ അദ്ദേഹം പറഞ്ഞു അൽ ഖൗഫു മിനൽ ജലീൽ, അള്ളാഹുവിനെ പറ്റിയുള്ള പേടിയാണ്. എന്താ അള്ളാഹിനെ പറ്റി എങ്ങനെ പേടിക്കാം? പാമ്പുണ്ട് അതിലെ പോവില്ല, ഒരു വേറെ കടിച്ചണ പട്ടി വന്നിട്ടാണ് അതിലെ പോവില്ല, കല്ലെടുത്ത് പോവും. അള്ളാഹിനെ പേടിയുണ്ടെന്ന് പറഞ്ഞാ അള്ളാഹുലേക്ക് അടുക്കലാണ്, നന്മകൾ ചെയ്ത് അടുക്കലാണ്. വൽ അമൽ ബിത്തൻസീൽ, അള്ളാഹു തആല ഇറക്കിയ ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യലാണ്. വരിളാ ബിൽ ഖലീൽ, ഉള്ളത് കൊണ്ട് കുറച്ചാണെങ്കിലും തൃപ്തിപ്പെടലാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ വിളിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു പട്ടിണി എടുക്കുന്ന ആളാണ്, അഹ്ലു സുഫയാണ്, ബോധം കെടുന്ന ആളാണ്. അദ്ദേഹത്തോട് പറഞ്ഞു വർള ബിമാ ഖസമല്ലാഹു ലക് തകുന്ന അയന്നാസ്, നിനക്ക് പടച്ചോൻ തന്നതിൽ നീ തൃപ്തിപ്പെട്ടാൽ ജനങ്ങളിൽ ഏറ്റവും വലിയ ഐശ്വര്യവാൻ നീയാകുമെന്നാണ്. അപ്പൊ എന്താ തൃപ്തിപ്പെടുക? ഈ ദുനിയാവ് ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളതാണ്. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു പറഞ്ഞു വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, യാത്ര പോകാനുള്ള ദിവസത്തേക്കുള്ള ഒരുക്കമാണ് തഖ്വ എന്നുള്ളത്. അതുകൊണ്ട് വിശ്വാസികളെ, ഈ ദുനിയാവ് തൽക്കാലത്തേക്കുള്ളതാണ്. ഇവിടെ നിന്നൊന്നും കൊണ്ടുപോവാൻ പറ്റുകയില്ല. ആ ഖബറിൽ കിടക്കുമ്പോൾ നന്മകൾ ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിന്ന് സ്വർഗ്ഗം എന്ന് കേട്ട ആളാണ്. ഖബർ കണ്ടാ കരയോലോ. ആൾക്കാർ ചോദിച്ചു, അല്ല ഉസ്മാൻ തദ്കുറുൽ ജന്ന വന്നാർ ഫലാ തബ്കി, നരകത്തെ പറ്റി പറയുന്നു, സ്വർഗത്തെ പറ്റി പറയുന്നു, കരയുന്നില്ലല്ലോ, പിന്നെ എന്തേ നിങ്ങൾ ഖബറിനെ പറ്റി പറയുമ്പോൾ കരയുന്നു എന്ന്? അദ്ദേഹത്തിന്റെ മറുപടി ഇന്നൽ ഖബർ അവ്വലു മനാസിലിൽ ആഖിറ, ഖബർ ആദ്യത്തെ വീടാണ്. ഫഇന്ന ജാ മിൻഹു ഫമാ ബഅദഹു ഐസർ, ആരെങ്കിലും ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ബാക്കിയൊക്കെ എളുപ്പമാണ്, ഇല്ലെങ്കിൽ ഇടങ്ങേറാകുമെന്നാണ് പറഞ്ഞത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം മദീനത്തെ നിവാസികൾ വന്ന് ഉമറിനോട് ഒരു പ്രഭാതത്തിൽ പറഞ്ഞു, യാ ഖലീഫത റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന സമാഅ ലം തുംതിർ, വെള്ളമില്ല, ആകാശത്തുനിന്ന് മഴ പെയ്യുന്നില്ല. വ ഇന്നൽ അർള ലം തൻബുത്, ഭൂമിയിൽ നിന്നൊന്നും മുളക്കുന്നില്ല. വഖദ് അശ്ഫന്നാസ് അലൽ ഹലാക് ഫമാ നസ്ന, ആളുകൾക്ക് നശിക്കാണ്, പട്ടിണിയിലാണ്, എന്താ ഞങ്ങൾ ചെയ്യുക എന്ന് ഇസ്ലാമിക ലോകത്തിന്റെ ഭരണാധികാരി ആമുർ റമാദ്, ദാരിദ്ര്യത്തിന്റെ വർഷമെന്നാണ് ആ വർഷത്തെ പറഞ്ഞത്. അദ്ദേഹം ആളുകളോട് പറഞ്ഞു വഹ്തസിബു, ക്ഷമിക്കൂ മനുഷ്യരെ, അള്ളാഹുവിനോട് കൂലിയെ നിങ്ങൾ ചോദിക്കൂ എന്ന്. ഫഇന്നി അർജു അല്ലാ തുംസു ഹത്താ യഫ്റജല്ലാഹു അൻകും, നിങ്ങൾക്ക് അല്ലാഹു ഒരു തുറവി തരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ്. മദീനത്തൊരു വാർത്ത വന്നു, 1000 ഒട്ടകപ്പുറത്ത് ഒരു കച്ചവട സംഘം വന്നിരിക്കുന്നു. കച്ചവട സംഘത്തിന്റെ നേതാവ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. ആളുകൾ ഓടി വന്നു, കയ്യിലുള്ള ചില്ലറ തുട്ടുകളായി ഓടി വന്ന് കച്ചവട ചരക്കിന്റെ വിലകൾ പറഞ്ഞു. ആളുകൾ ഇങ്ങനെ വില പറഞ്ഞപ്പോ ഇങ്ങനെ കേറ്റി പറഞ്ഞു. കയ്യിലെ നാണയത്തുട്ടുകൾ തികയാഞ്ഞിട്ട് ആളുകൾ തിരിച്ചുപോയി. ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, ഇതിനേക്കാൾ ഇരട്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സങ്കടത്തോടുകൂടി അവർ ചോദിച്ചു, ഇനി ഈ നാട്ടിൽ ഇതിനേക്കാൾ വില തരാൻ ആരാണ് എന്നുള്ളത്? ഞാൻ എന്റെ ഈ കച്ചവടത്തെ ഞാൻ വിറ്റിരിക്കുകയാണ്. 10 ഇരട്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ആരാ ഉസ്മാനിന് നിങ്ങൾക്ക് പണം തരാൻ? ഞങ്ങളിൽ ഏറ്റവും വലിയ സമ്പന്നർ പോലും തിരിച്ചു നടക്കുകയാണ്. ഞങ്ങളല്ലാത്തൊരു കച്ചവടക്കാർ മദീനത്തില്ലല്ലോ എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. മുസ്ലിമീങ്ങളിലെ പാവങ്ങൾക്കും അള്ളാഹുവിനും റസൂലിനും വേണ്ടി എന്റെ 1000 ഒട്ടകപ്പുറത്തുള്ള കച്ചവട സമ്പത്ത് ഞാനിതാ ദാനം നൽകുന്നു എന്ന് പറഞ്ഞു. അവരൊക്കെ സ്വർഗത്തിനു വേണ്ടി ഖബറിൽ കിടക്കുന്ന ദിനത്തെക്കുറിച്ച് പേടിച്ചവരായിരുന്നു. എനിക്കുമൊക്കെ പേടിയുണ്ടോ? ആത്മാർത്ഥമായിട്ട് ആലോചിച്ചു നോക്കി. ഖബറിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രക്തത്തിന്റെ നദി കണ്ടു, ചുവന്ന രക്തത്തിന്റെ നദി. അവര് പലിശ തിന്നണോലാണ് എന്നാണ്. പലിശ തീറ്റിക്കുന്നോലും തിന്നണോലും എഴുതണോലും കുത്തണോലും എല്ലാവരും കണക്കാണെന്ന. എന്നെ കേൾക്കുന്നവരെ ആത്മാർത്ഥമായി ഒന്ന് ചോദിച്ചു നോക്കൂ, വീടിന്റെ ആധാരം മേശയുടെ വലിപ്പിലുണ്ടോ അതല്ല ബാങ്കിലുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കി.
പലിശയുമായി ബന്ധപ്പെടുന്ന എല്ലാവരും കണക്കാണ്. അതിലെ എല്ലാം വ്യത്യസ്ത രൂപത്തിലാണ്. സ്വന്തം ഉമ്മയെ പ്രാപിക്കുന്നത് പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും പലിശയിൽ നിന്ന് അകന്നു നിൽക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. നിസ്കരിക്കാത്തവര് അവരുടെ തലകൾ തകർക്കപ്പെടുന്ന ശിക്ഷയുണ്ടെന്ന് പറഞ്ഞു. 5:27 ഫജറിന്റെ ബാങ്ക്. ഫജറിന്റെ ബാങ്ക് 5:27. ഒരുപാട് പള്ളികൾ പരിസരത്തുണ്ട്. എത്ര ദിനങ്ങളിൽ നമുക്ക് സുബഹി കിട്ടിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അജിബ റബ്ബുനാ തബാറക വ തആല റജുലൈൻ, രണ്ടാളുകളുടെ വിഷയത്തിൽ അത്ഭുതം പെട്ടിരിക്കുന്നു റബ്ബ്. എന്നിട്ട് അല്ലാഹു മലക്കുകളോട് പറയുമെന്നാണ്, ഉൻദുറു ഇലാ അബ്ദി, മലക്കുകളോട് വിളിച്ചു പറയും, ആ അടിമയിലേക്ക് നോക്കൂ. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. നാളെ 5:27 ആകുമ്പോൾ മലക്കുകളെ വിളിച്ചിട്ട് അല്ലാഹു പറയും, ഉൻദുറു ഇലാ അബ്ദി, മലക്കാളെ ആ അടിമയിലേക്ക് നോക്കി. ഏതടിമയ്ക്ക്? ഞാൻ ഉണ്ടാകുമോ? നിങ്ങൾ ഉണ്ടാകുമോ എന്നാണ്. ആ മനുഷ്യൻ ആരറിയോ? റജുലൻ ഫാറഅൻ ബിതാഇഹി വലിഹാഫിഹി മിൻ ബൈനി ഹിബ്ബിഹി വഅഹ്ലിഹി, അയാളെ വിരിപ്പിൽ നിന്ന്, പുതപ്പിൽ നിന്ന്, വിത്താഹും ലിഹാഫും എന്നാൽ ഒന്ന് അടിയിൽ വിരിക്കണേ, ഒന്ന് മേലെ വിരിക്കണേ. അടിയിൽ വിരിക്കണ വിരിപ്പും മുകളിൽ വിരിക്കണ പുതപ്പും വിട്ട് മിൻ ബൈനി ഹിബ്ബിഹി വഅഹ്ലിഹി, അയാളെ ഭാര്യനെ മക്കളെയൊക്കെ വിട്ട് പള്ളിയിലേക്ക് പോയ മനുഷ്യനെ കുറിച്ച് അല്ലാഹു മലക്കാളോട് പറയുന്ന, നമ്മൾ ഉണ്ടാകും അതിലെന്നാണ് ആലോചിക്കേണ്ടത്. നമ്മൾ എന്താണ് ഒരുങ്ങിയത്? തിരക്കുകളാണ്. ഒരു സുഹൃത്തുണ്ട്, എന്നും അയാൾ 3 മണിക്ക് എണീറ്റ് അയാൾ ജോലിക്ക് പോകും. അയാൾക്ക് ജോലി ഇല്ലാത്തന്നെ അയാൾ സുബൈക്ക് പള്ളിയിലെത്തൂല. അയാൾ പറയുന്ന ന്യായം എന്താ നിങ്ങൾക്ക്? അയാളോട് നിങ്ങൾ എന്താ സുബൈക്ക് വരാത്തത്? എന്നും 3 മണിക്ക് നിങ്ങൾ നീച്ചു പോകൂലെ പണിക്കെന്ന് ചോദിച്ചാൽ അയാൾ പറയും, ആകെ ഒരു ദിവസം ഉറങ്ങാൻ കിട്ടണേ. എന്ന് 3 മണിക്ക് നീച്ച് പണിക്ക് പോണോന്, വെട്ടാൻ പോണോന്, വേറെ പണിക്ക് പോണോന് എന്ത് ചെയ്യാൻ പറ്റണില്ല? വെട്ടില്ലാത്തന്ന് 1 മിനിറ്റ് സുബൈക്ക് നേരത്തെ എത്താൻ പറ്റുമെങ്കിൽ സുഹൃത്തുക്കളെ, എന്താണ് നമ്മുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ വീടിനെ പറ്റി ആലോചിക്കുമെന്നാണ്. ആ ഖബറിൽ യുഗങ്ങളോളം കടന്നാൽ പിന്നെ നമ്മൾ പരലോകത്തേക്ക് എത്തും. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ വരെ അയാൾക്ക് പിന്നിൽ ഒരു ബർസഖിന്റെ ലോകമുണ്ട്. ആ ഖിയാമത്ത് നാളിലേക്ക് അയാൾ വരും. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഇന്ന് ഇശാക്ക് ഇമാമോദി അല്ലേ, ഭൂമി പ്രകമ്പനം കൊള്ളും. വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിന്റെ ഭാരങ്ങൾ പുറന്തള്ളും. ആരെ ഭാരം? നമ്മള് ഖബറിൽ വെച്ച നിങ്ങളും ഞാനൊക്കെ ഭൂമിക്ക് വേസ്റ്റാണ്. വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാലഹാ, എന്താണ് ഈ ഭൂമിക്ക് സംഭവിച്ചതെന്ന് മനുഷ്യൻ പറയും. ആ മനുഷ്യൻ പറഞ്ഞവൻ അല്ലാഹുവിലേക്ക് യൗമൈദിൻ യസ്തുറുന്നാസു അഷ്താത്തൻ ലിയുറവ അഅമാലഹും, അവർ ചെയ്ത അമലുകൾ കാണാനായി അല്ലാഹുവിലേക്ക് മനുഷ്യർ വരും. അവർ ചോദിക്കും, മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ, ഇതാണോ പ്രവാചകന്മാർ വാഗ്ദാനം ചെയ്ത ദിവസമെന്ന് ഖബറുകളിൽ നിന്ന് അവർ എണീറ്റ് വരുന്ന ദിവസം അവർ ചോദിക്കുന്ന. അങ്ങനെ വന്നാൽ 2 സാധ്യതയാണുള്ളത്. ഒന്നുമില്ലെങ്കിൽ സ്വർഗം, അല്ലെങ്കിൽ നരകം. ഞാൻ എവിടെയാകും, നിങ്ങൾ എവിടെയാകും, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ഇതൊന്നും അറിയാത്തോലല്ലല്ലോ നമ്മൾ. നമുക്കൊരു ആത്മപരിശോധനയ്ക്ക് വേണ്ടി മാത്രമാണ്. വകദാലിക ഔഹൈനാ ഇലൈക ഖുർആനൻ അറബിയ്യാ ലിതുൻദിറ ഉമ്മൽ ഖുറാ വമൻ ഹൗലഹാ ലിതുൻദിറ യൗമൽ ജംഇ ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ് സഈർ. ഖുർആനിനെ അറബിയിൽ ഞാൻ ഇറക്കിയത് നാളെ പരലോകത്തിനെ കുറിച്ച് സംശയമില്ലാത്തൊരു ദിനം വരാനുണ്ട്. ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം നരകത്തിലേക്ക്, ഒരു വിഭാഗം സ്വർഗത്തിലേക്ക്. ആ നരകത്തിൽ പോകുന്നവർ പറയും, വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. പടച്ചോനെ, ഇപ്പൊ കണ്ടു. എന്താ കണ്ടേ? നരകം കണ്ടു. ഇപ്പൊ മനസ്സിലായി, കേട്ടു, കണ്ടു, മനസ്സിലായി. ഇന്നൊന്ന് മടക്കി തന്നാൽ എന്ത് ചെയ്തോളാം? നല്ല കുട്ടി ആയിക്കോളാന്നാ. പറ്റുവോ? പറ്റൂലെന്നാണ് അല്ലേ? ഇനി പറ്റൂലെന്നാണ്. അതുകൊണ്ടാണ് അവര് പറയും, വഖാലു റബ്ബനാ അമത്തന സ്നതൈൻ വഅഹ്യൈതന സ്നതൈൻ ഫഅതറഫ്നാ ബിദുനൂബിനാ ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ.
2 പ്രാവശ്യം മരിപ്പിച്ചു, 2 പ്രാവശ്യം ജീവിപ്പിച്ചു. ഇനി ഒരു മടക്കത്തിന് സാധ്യതയുണ്ടോന്നാണ്. ഇല്ലാന്ന് ഉറപ്പാണെങ്കിൽ അള്ളാഹ് പറഞ്ഞു മടക്കത്തിന് സാധ്യതയില്ലെങ്കിൽ ഇവിടെ നിന്ന് പണിയെടുത്തോളി. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ദിനത്തെ നിങ്ങൾ സൂക്ഷിച്ചോളൂ. ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, എന്നിലേക്ക് നിങ്ങൾ വരും, ഞാൻ നിങ്ങളെ ചോദ്യം ചെയ്യും. കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ, ഒരാളോടും അനീതി ചെയ്യാതെ ഓരോരുത്തരും പ്രവർത്തിച്ചത് അവരോട് ചോദിക്കും. മൻ അമില സയ്യഅതൻ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ വമൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫൗലൈക യദ്ഖുലൂനൽ ജന്നത യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്. നന്മ ചെയ്താലും കാണും, തിന്മ ചെയ്താലും കാണും. നന്മയാണെങ്കിലും കാണും, തിന്മയാണെങ്കിലും കാണും. സ്വർഗത്തിൽ പോണോല് പേടിക്കല്ല, പിന്നെ അവർക്ക് കണക്കില്ലാതെ തിന്നാൻ കിട്ടും. സ്വർഗത്തില് വാണ്ടിയത് കിട്ടുന്നതാണ്. ഫഇദാ നുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ടാൽ ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ, പിന്നെ അവർക്കിടയിൽ ഒരു ബന്ധവുമില്ല. വലാ യതസാഅലൂൻ, ഒരാളും ഒരാളെ പറ്റിയും ചോദിക്കൂല. കാലത്തിലിട്ട് ഊതിയാലേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിങ്ങൾ എങ്ങനെ ചിരിക്കുക? ഇസ്രാഫീൽ ഉണ്ടാക്കി അന്ന് കൊമ്പും പിടിച്ചിങ്ങനെ കുത്തിർക്കുക. ഇപ്പൊ ഊതാൻ പറയും, പറിച്ചൊപ്പം പറയും, ഇപ്പം പറഞ്ഞ ഊതാ വിചാരിച്ചിരിക്കുകയാണ്, ഊതാ നിൽക്കുക. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഉഫ്ലത്തിൻ മുഅ്രിദൂൻ, ഖിയാമത്ത് നാൾ അടുത്തിരിക്കുന്നു, ആളുകൾ അന്തം വിട്ട് ജീവിക്കുന്നു. ഖിയാമം അടുത്തിരിക്കുന്നു, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു, ആളുകൾ അശ്രദ്ധയിലാണ്. അയാളിങ്ങനെ ഇസ്രാഫിൽ ഇങ്ങനെ ഊതാൻ കാത്തുക്കാണ്. ആ ഇസ്രാഫിലോട്ട് ഊതും, പിന്നെ ആർക്കും ആരും വേണ്ടി വരൂല. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വഉമ്മിഹി വഅബീ വസാഹിബതിഹി വബനീ ലികുല്ലി ഇംറിഹിൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഅ്നീ. ആർക്കും ആരും വേണ്ട. എന്തേ? ലികുല്ലി ഇംറിഹിൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഅ്നീ. ഓരോരുത്തർക്ക് അവനാൻ ഏറ്റിയ പൊന്താ മാത്രമല്ല ആരെടുത്തുണ്ട്, അവനാന്റെ അടുത്തുണ്ട്. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണില്ല, ആരും നോക്കൂല. ആർക്കും ആരും എന്ത് ചെയ്യണ്ട, വേണ്ട, ആരും വേണ്ടെന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ, ഒരാളും എന്ത് ചെയ്യാറ് പരിഗണിക്കൂല എന്നാണ്. ആ ദിനത്തിന്റെ ഭയാനകത കൊണ്ടാണ് അല്ലാഹു തആല അങ്ങനെ പറഞ്ഞത്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ പേടിച്ച് സൂക്ഷിച്ചോളൂ. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അലീം, ഖിയാമത്ത് നാളിന്റെ പ്രകമ്പനം അത് വല്ലാത്തതാണ്. يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها. ഓരോ ഗർഭിണിയും സമയമാകുന്ന മുമ്പ് പ്രസവിക്കും. മുലയൂട്ടുന്ന പെണ്ണ് കുഞ്ഞിനെ പറ്റി അശ്രദ്ധയിലാകുന്ന ദിനം. ആ ദിനത്തിലേക്ക് യാത്ര തിരിക്കും. അന്ന് ആരെയും ചോദിക്കുകയില്ല, ആരും വേണ്ടി വരൂല. ഫമൻ ഫഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, തുലാസ് കനം തൂങ്ങിയ ആളുകൾ വിജയിക്കും. വമൻ ഖഫ്ഫത് മവാസീനുഹു, ആരുടെ തുലാസ് കനം കൂടിയോ കുറഞ്ഞോ, ഫഉലൈക അല്ലദീന ഖസിറൂ അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ, നന്മകളില്ലാതെ തുലാസ് കനം കുറഞ്ഞവർ അവർ നഷ്ടക്കാരായി നരകത്തിൽ പോകും. തൽഫഉ വുജൂഅഹുമുൻ നാർ വഹും ഫീഹാ കാലിഹൂൻ, നരകത്തിൽ കടന്നു പല്ലിളിക്കും. മുഖത്ത് കണ്ട് ചൂട് വന്നിട്ടേ ഇറച്ചിക്കൽ പോകും. ഇളിച്ചല്ല, പക്ഷെ കണ്ടവർക്ക് എന്ത് തോന്നും, ഇളിച്ചാണെന്ന് തോന്നും. ചുണ്ടുമന്നും ഇവിടുന്നൊക്കെ മുഖത്തുനിന്ന് ഇറച്ചി പോയാൽ പല്ല് മാത്രം ഉണ്ടാവും. പെട്ടെന്ന് മനസ്സിലാകും. വെള്ളിയാഴ്ചയൊക്കെ അറുത്തോടുത്ത് പോത്തിന്റെ തോല് തലമന്ന് എല്ലൊക്കെ എടുത്ത് വെച്ച് കണ്ടുണ്ടാവില്ല, അങ്ങനെ കാണൂലേ, അതേപോലെ ഉണ്ടാവും. അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. പോത്ത് ചിറിച്ചൊന്നുമല്ല, പക്ഷെ ഇറച്ചിയുടെ പോയപ്പോ ചിറിച്ചാണോന്ന് എന്ത് ചെയ്യും തോന്നും. ചുണ്ടുമന്നിട്ട് ഇറച്ചി പോയിട്ട് ആരെ കഴിച്ചിലാവുക? فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية, അവന്റെ സങ്കേതം ഹാവിയയായിരിക്കും. ആ നരകത്തെ പറ്റിയിട്ട് കേട്ടപ്പോഴേ മുൻഗാമികളായ ആൾക്കാർക്ക് പേടിയായി എന്നാണ്. മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലം, മദീനയിൽ ആൾക്കാർ ഇങ്ങനെ വരും. ഉമർ റളിയല്ലാഹുവും അബ്ദുറഹ്മാൻ ബിൻ ഔഫും അവർക്ക് കാവലുന്നു.
അപ്പൊ ഒരു കുട്ടി ഇങ്ങനെ കരയാണ്. ഉമർ അല്ലാഹു പറഞ്ഞു ഇത്തഖില്ലാ വഹ്സിനി ഇലാ സുബീക് സുമ്മ ആദ ഇലാ മക്കാനി. ആ കുട്ടി അങ്ങനെ കരയണേ, ഒന്ന് നോക്ക് പെണ്ണേ പറഞ്ഞിട്ട് പോയി. കുറച്ചപ്പോ കുട്ടി പിന്നെയും ഒലൊളിച്ച്, പിന്നെയും പറഞ്ഞു. കുട്ടി നിൽക്കാതെ ഇടക്കിടക്ക് ഒലൊളിച്ച്. അപ്പൊ ആ പെണ്ണിനോട് ഉമർ അല്ലാഹു കുറച്ച് ഗൗരവത്തിലോ വഹ്യകി ഇന്നി ലഅറാകി ഉമ്മ സൗഇൻ. എന്തൊരു തള്ള കാല് കണ്ടില്ല കുട്ടി ഒലൊളിച്ചെന്നാണ് പറയണത്. മാലി അറാ ഇബ്നകി ലാ യഖറു മുൻദുല. ഇന്നലെ അന്തിക്ക് ഫുൾ ടൈം കുട്ടി ഒലൊളിച്ചാണല്ലോ, ഉറങ്ങിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ആ പെണ്ണ് മെല്ലെ ഇങ്ങനെ പറഞ്ഞു യാ അബ്ദല്ലാഹ് ഖദ അബ്റമതനി മുൻദു ലൈല. ഞാനേ ഇന്നലെ രാത്രി മുതൽ ശ്രമിക്കാണ്, എന്റെ കുട്ടിക്ക് പാലുകുടി നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കാണ്. ഉമർ പാലുകുടി നിർത്തിയ കുട്ടികൾക്ക് എന്ത് ചെയ്യുള്ളൂ, റേഷൻ തരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന് ശ്രമിക്കാണ് എന്ന് പറഞ്ഞു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു പറഞ്ഞു, പിറ്റേന്ന് സുബഹി നിസ്കരിച്ച ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഉമർ അത്ര കുട്ടികളെ കൊന്നിട്ടുണ്ടാവൂലേ എന്നാണ്. എന്നിട്ട് തേങ്ങി തേങ്ങി കരഞ്ഞു എന്നാണ്. എന്നിട്ട് ആ നിയമം അങ്ങോട്ട് പിൻവലിച്ചു. അത് കേട്ടാല് ഒരു ബേജാറുണ്ടായിരുന്നു. നമുക്കതൊന്നും കേട്ടാലെന്നുണ്ടാവില്ല, അറിയോ, ഒരു ബേജാറും ഉണ്ടാവില്ല. നമുക്ക് എന്താ ആഗ്രഹം? സ്വർഗ്ഗമാണ് ആഗ്രഹം. ഏത് സ്വർഗ്ഗാഗ്രഹം? തുടക്കത്തിൽ ഞാൻ പറഞ്ഞിടത്ത് തിരിച്ചു പോകണം. ആദം നബി അലൈഹി ഇസ്ലാമയും ഹവ്വയും തിരിച്ചു പോകുന്ന സ്വർഗത്തേക്ക് എത്തണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആ സ്വർഗത്തേക്ക് തിരിച്ചെത്തിയാലേ പൂർണ്ണ സമാധാനം ഉണ്ടാവുള്ളൂ. അവിടെ ഒരു തിരിച്ചെത്തണം. ഇവിടെ ഒന്നും ഫുള്ള് സമാധാനം കിട്ടൂല. ഇവിടെ ഒന്നില്ലെങ്കിൽ ഒന്ന്. ഇപ്പം കണ്ടില്ല ഞങ്ങള് SIR ലിസ്റ്റ് ഒന്ന്. ഇപ്പൊ എല്ലാരും ബേജാറെന്താ, എന്റെ പേര് ഇലല്ലേ നോക്കാം, ഒഴിവാക്കിയിലാണോ അല്ലേ, ഇല്ലിയിലാണോ അല്ലേ, ഇനി കണ്ടിട്ടില്ലേ, ഇല്ലെങ്കിൽ ഫോണിന്റെ എപ്പിക് നമ്പർ തെറ്റിയതാണോ, ആകെ ഒരു ബേജാർ, ഒരു സമാധാനം ഇല്ലല്ലോ. എങ്ങോട്ട് നോക്കിയാലും ഒരിടങ്ങേറ് ഇവിടെ അല്ലെ, അങ്ങോട്ട് ഇരിഞ്ഞ ഇടങ്ങേറ്, ഇങ്ങോട്ട് റോട്ടിൽ കടറങ്ങിയ വണ്ടിയാളെ എവിടെയാണെങ്കിലും ഇങ്ങനെ തന്നെ. ദുനിയാവില് ഇടങ്ങേറേ ഉണ്ടാവുള്ളൂ എന്നാണ്. എന്നാൽ സ്വർഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു ഇടങ്ങേറും ഇല്ലാത്ത സ്ഥലമാണ് എന്നാണ്. നരകത്തെ പറ്റി അള്ളാഹ് പറഞ്ഞു സ്വർഗത്തിൽ പോണ ചില ആൾക്കാരുണ്ട്. ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്നാ ഉലൈക അൻഹാ മുബഅദൂൻ. നന്മകൾ ചെയ്ത് നന്മകളിൽ മുന്നേറിയ ആളുകൾ സ്വർഗത്തിലാണ്. ഉലൈക അൻഹാ മുബഅദൂൻ. അവരാ നരകത്തിൽ നിന്ന് വിദൂരതയിലാണ്. ലാ യസ്മഊന ഹസീസഹാ. നരകത്തിൽ നിന്റെ ഒരു ചെറിയ ശബ്ദം പോലും അവർ കേൾക്കുകയില്ല. ഹസീസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക എന്നൊക്കെ പറയാം നമ്മള്, അങ്ങോട്ട് വലിച്ചങ്ങോട്ടല്ല. സഫീർ എന്നൊക്കെയാണല്ലോ പ്രയോഗിച്ചൊരു പ്രയോഗം. ഷഹീഖൻ വസഫിറ, ഉള്ളിക്ക് ശ്വാസം വലിക്കുക, പുറത്തേക്ക് വിടുക. അതൊന്നും എന്ത് ചെയ്യൂല, കേൾക്കൂല. നമ്മൾ പരിപാടി പറയുമ്പോൾ മൈക്കിൽ നിന്ന് ഇങ്ങനെ അടില്ല, നിങ്ങൾ അസ്വസ്ഥത ഉണ്ടാവില്ലേ, എല്ലാം അങ്ങനെയാണ്. ഒരു ചെറിയ ഒച്ചയും കൂടി എന്താണ് അസ്വസ്ഥത. അവരാഗ്രഹിക്കുന്നതെല്ലാം അവർക്ക് സ്വർഗത്തിൽ ലഭിക്കും. വലിയൊരു പേടിയെ കുറിച്ച് അവർക്ക് പേടിയേ ഇല്ല. മലക്കുകൾ അവരിലേക്ക് വന്നിട്ട് പറയും, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിനം ഇതാണ്, ഈ ദിനത്തിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കോളൂ മനുഷ്യരെ എന്ന് പറയും. അവിടെ അള്ളാഹ് എന്താ ഉണ്ടാക്കിയത് നമുക്കറിയില്ല എന്നാ. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. വെള്ളിയാഴ്ച ഇമാം ഓതുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിയായത്. വെള്ളിയാഴ്ച നമ്മൾ സുബൈക്ക് പള്ളിക്ക് എത്തുന്നുണ്ടെങ്കിലും ഇത് അറിയും. അവിടെ എന്താണ് കൺകുളിറക്കെ ഉണ്ടാക്കി വെച്ചത് എന്ന് എന്ത് ചെയ്യൂല, നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ അതൊക്കെ കിട്ടണമെന്ന് അറിയോ, ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. എന്താണ് ചെയ്തത്, ചെയ്തതിനനുസരിച്ചാണ് എന്ത് ചെയ്യാം അവിടെ കിട്ടുക. ഓരോരുത്തരും വ്യത്യസ്ത തര, നിങ്ങളും ഞാനും നമ്മളൊക്കെ വേറെ വേറെ കരം. സ്വർഗത്തിന് 100 പദവി ഉണ്ടെന്നാ, എല്ലാവരും ഒരേപോലെ ആവൂല. നമ്മളൊക്കെ പലരും പല കോലത്തിലായിരിക്കും. അവിടെയാണ് എന്തുള്ളൂ, സമാധാനം കിട്ടുള്ളൂ. ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. അതാണ് ദാറുസ്സലാം, സമാധാനത്തിന്റെ ഭവനം. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. സലാമോടുകൂടി മുത്തഖീങ്ങളെ അരുവികളൊഴുകുന്ന സ്വർഗത്തോപ്പിലേക്ക് അവരെ വിളിക്കും. ആ സ്വർഗത്തിൽ അവർ കയറിയാൽ ലാ യസ്മഊന ഹസീസ ലാ യസ്മഊന ഫീഹാ ലഅവൻ വലാ തഅതീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ.
സമാധാനത്തിന്റെ വർത്തമാനങ്ങളാണ് എന്ത് ചെയ്യുക, അത് കേൾക്കുക. അതാണ് സൗഭാഗ്യം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഭാഗ്യം അതാ അറിയാം, ദുനിയാവില് എല്ലാ നിലക്കും സമാധാനത്തിൽ, പരലോകത്ത് സ്വർഗത്തിൽ പോലെയാണ്. നമ്മൾ വിചാരിച്ചു ഭയങ്കര ഭാഗ്യം അത് വിചാരിച്ചത്. ഒരു വോട്ടിന് ജയിച്ച ഒരാളല്ലേ സ്ഥാനാർത്ഥി, ഏറ്റവും വലിയ ലക്കി അതാണ് നമ്മൾ വിചാരിച്ചത്. അതൊന്നല്ല ലക്കി. ഏറ്റവും വലിയ ഭാഗ്യം സ്വർഗത്ത്. സൗഭാഗ്യവാന്മാരായ ആളുകൾ സ്ഥിരവാസത്തിന്റെ സ്വർഗത്തിലാണ്. അവർക്കവിടെ മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട്. ഇവിടെ എന്ത് കിട്ടിയാലും മുറിഞ്ഞു പോകും അല്ലേ? നോക്കണം എന്താ ചങ്ങായി ഫോണൊക്കെ നോക്കണം, കുറെ നേരം ഫോണില് നോക്കണം. ഇവിടെ എന്തിട്ടാലും പറഞ്ഞു അല്ലേ? ഫോൺ കുറച്ചേരം ഉപയോഗിച്ചാൽ ഡാറ്റ തീരും. 4 ദിവസം കഴിഞ്ഞാൽ ഫോണ് പറയും നിങ്ങളിത്തെ പൈസ കഴിച്ചാനയക്കണേ, ഒന്ന് റീചാർജ് ചെയ്തളിയെന്ന് പറയും. വണ്ടി ഇങ്ങനെ കുറെ ഓടിയ പറയും വണ്ടിയിൽ നിന്ന് പുക വരേണ്ട് വയല് മാറ്റിക്കള. ഇവിടെ ഒക്കെ അങ്ങനെയാ ഉണ്ടാവുക. കയ്യാ ചെയ്യാ, തീരാണ് ചെയ്യാ. പരലോകത്ത് ഒന്നും ചെയ്യൂല, തീരൂല. അവിടെ ഒക്കെ തീരാതെ എപ്പോഴും അധികരിച്ചു കിട്ടുന്ന ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, നന്മ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വിശ്വാസത്തോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ, അല്ലാഹുവിൽ നിന്നുള്ള ആതിഥ്യമായി ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കും. ഖാലിദീന ഫീഹാ ലാ യബൂന അൻഹാ ഇവലാ, നിലച്ചു പോകാത്തതാണ് അവിടെ, തടയപ്പെടാത്തതാണ്. വഅസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാരുടെ അവസ്ഥ വല്ലാത്തതാണ്. ഫീ സിദ്രിൻ മഖ്ലൂദ് വതുൽഹിൻ മൻലൂദ് വലില്ലിൻ മംദൂദ് വമാഇൻ മസ്കൂബ് വഫാകിഹത്തിൻ കസീറ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ വഫുറുശിൻ മർഫൂഅ ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ فجعلناهن أبكارا عربا أترابا لأصحاب اليمين. ഇതെല്ലാം വലതുപക്ഷക്കാർക്കുള്ളതാണ്. സമയത്തുനിന്ന് അർത്ഥം പറയണില്ല. അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ, ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടും. ആഗ്രഹിച്ചാൽ മതി, പോണ്ട. ഖുതൂഫുഹാ താനിയ, ഇവിടെ നിന്നിങ്ങനെ നമ്മളെ ഒരു തണുത്ത വെള്ളം വേണം, നീച്ച ഒരു ഫ്രിഡ്ജിൽ നിന്ന് എടുക്കണ്ടേ? വേണ്ടാന്നാണ് സ്വർഗത്തിൽ. വേണ്ട, ആഗ്രഹിച്ചാണ്ട് വരും, അടുത്തുകൊണ്ട് വരും. എണീറ്റ് പോയിട്ട് ഇടങ്ങേറാവണേ പ്രശ്നമല്ല, പൂർണ്ണമായി ആഗ്രഹ സഫലീകരണം നൽകും. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഅലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹ വലഹും ഫീഹാ മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഇത് പറഞ്ഞിട്ട് അല്ലാഹ് അടുത്തായിട്ട് പറഞ്ഞാൽ ഓർമ്മ നിങ്ങൾക്ക് മംതാസുൽ യൗമ അയ്യുൽ മുജ്രിമുൻ, പാപികളെ കുറച്ചങ്ങോട്ട് മാറിക്ക് ആയിട്ടില്ല, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കീന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സ്വർഗക്കാരും നരകക്കാരും സമാവൂല. ജയിച്ചോലും തോറ്റലും സമാണോ? അല്ല. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞില്ലേ, ഒരു കൂട്ടർ ജയിച്ചു ഒരു കൂട്ടർ തോറ്റു. എന്ത് ന്യായീകരണമാണാലും ജയിച്ചോലും ജയിച്ചോലാണ്. ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. സ്വർഗക്കാരും നരകക്കാരും സമമല്ല. അസ്ഹാബുൽ ജന്ന, സ്വർഗക്കാർ, ഹുമുൽ ഫായിസൂൻ, അവരാണ് വിജയിച്ചവർ. ആ വിജയിച്ചവരിൽ ഉൾപ്പെടാൻ അല്ലാഹ് പറയാണ്, ഇന്നാ ഹാദാ ലഹുൽ ഫൗസുൽ അലീം, ഇതാകുന്നു വമ്പിച്ച വിജയം. ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ, പണിയെടുക്കുന്നവരെ ഈ സ്വർഗത്തിനു വേണ്ടി പണിയെടുത്തോളൂ. അല്ലാത്തവർക്ക് അദാലിക ഖൈറും നുസുലൻ അം ശജറത്തുസ് സഖൂം ഇന്നാ ജഅൽനാഹാ ഫിത്നതൽ ലിൽസാലിമീൻ. അല്ലാത്തവർക്ക് സഖൂമാണ്, ളാലിമീങ്ങൾക്കുള്ളതാണ്. ഒരു ഭാഗത്ത് സ്വർഗം, മറുഭാഗത്ത് നരകം. ഏതാ തെരഞ്ഞെടുക്കേണ്ടത്? ബുദ്ധിയില്ലോലെ ഏതാ തെരഞ്ഞെടുക്കുക? പക്ഷെ ഇപ്പൊ നമ്മൾ തെരഞ്ഞെടുത്തത് അതാണോ? അല്ലെങ്കിൽ സുഹൃത്തുക്കളെ നഷ്ടായിരിക്കും. ഇന്നൽ അബ്റാറ ലഫീ നഈം വഅലൽ അറായികി യൻദുറൂൻ
تعرف في وجوههم نظرة النعيم يسقون من رحيق مختوم ختامه مسك وفي ذلك فليتنافس المتنافسون. ബുദ്ധിയുള്ളവർ മത്സരിക്കേണ്ടത് വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, ആ സ്വർഗത്തിന് വേണ്ടിയാണ്. ആ സ്വർഗം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മളെ മുൻഗാമികൾക്ക് പിന്നെ ഒരു ഇടങ്ങേറും ഉണ്ടായില്ല. മദീനത്തൊരു യാത്രാ സംഘം വന്നു. അപ്പൊ ആ പെണ്ണിന് പ്രസവ വേദന വന്നു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു കുൽസൂമിനോട് പറഞ്ഞു, എടി വേഗം ബാ, ഒരു പെണ്ണിനോട് പ്രസവ വേദന വന്നിക്കണ്. നമ്മളെ പെണ്ണുങ്ങളാ പറയും, ഇങ്ങളോരെ പീരാന്ത് പൊയ്ക്കോളിങ്ങളോട് അറിയില്ലേ, നമ്മൾ അതെന്നാ പറയും. ഉമർ അള്ളാഹുവിന്റെ കൂടെ ഉമ്മു കുൽസൂം ബിൻത് അലി ഇബ്നു അബീ ത്വാലിബ് അദ്ദേഹത്തിന്റെ ഭാര്യ പോയി. ഉമ്മു കുൽസൂം ആ പെണ്ണിന്റെ പ്രസവം എടുത്തു. ആരറിയോ? രാജ്ഞിയാണ്. ഉമർ ഇസ്ലാമിക ലോകത്തിന്റെ ഭരണാധികാരിയാണ്. ഉമർ അയാൾക്കുള്ള ഭക്ഷണം ഇങ്ങനെ റെഡിയാക്കി. അയാൾ നാട്ടിർത്താനൊക്കെ പറയുന്നുണ്ട്, അയാൾക്ക് ഉമറാണെന്ന് അറിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ഉമ്മു കുൽസൂം ബിൻത് അലി ഇബ്നു അബീ ത്വാലിബ് വിളിച്ചു പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ അഖ്ബിരി റജുല അന്ന അല്ലാഹ ഖദ് അക്രമഹു ബിവലദിൻ വഅന്ന സൗജതഹു ബിഖൈർ. അമീറുൽ മുഅ്മിനീൻ മൂപ്പരോട് പറയ്, മൂപ്പരെ പെണ്ണുങ്ങൾ പ്രസവിച്ചിക്കണേ, പെണ്ണുങ്ങൾക്കും കുട്ടിക്കൊന്നും കുഴപ്പമൊന്നുമില്ല, അള്ളാഹു അയാൾ ആദരിച്ചിക്കണേ എന്ന് പറയും. അപ്പോഴാണ് ഇയാൾ അന്തം വിട്ടതെന്നാണ്. നമ്മളെ നാട്ടിലൊക്കെ നിങ്ങള് ഒരു ബൾബ് വെച്ചാല് 10 റുപ്യന്റെ ബൾബ് വെച്ചാല് 350 റുപ്യന്റെ ഫ്ലക്സ് വലിച്ചിട്ടണം. ഉമർ അല്ലാഹു അതൊന്നും ചെയ്തില്ല, പരലോകത്തിന് വേണ്ടി പണിയെടുത്തു. ഒരു അഅറാബി ഉമറിന്റെ അടുക്കൽ വന്നിട്ട് പാട്ടുപാടിന, യാ ഉമറൽ ഖൈരി ജുസീതൽ ജന്ന ഉഖ്സൂബുനയാതി വ ഉമ്മഹുന്ന ഉഖ്സിമു ബില്ലാഹി ലതഫഅലന്ന. ഉമറുൽ ഖൈറെ, സ്വർഗമുണ്ടെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്ത ഉമറേ, എന്റെ ഭാര്യക്കും മക്കൾക്കും വസ്ത്രമില്ല, ഞങ്ങൾക്ക് വസ്ത്രം തരണമെന്ന്. ഉഖ്സിമു ബില്ലാഹി ലതഫഅലന്ന, അല്ലാഹുവിനെ പിടിച്ചു ഞാനിതാ നിങ്ങളോട് സത്യം ചെയ്തു ചോദിക്കുന്നു. ഉമർ അയാളോട് ചോദിച്ചു, ഫഇല്ലം അഫ്അൽ യകൂനു മാദാ യാ അഅറാബി, ഞാൻ ചെയ്യൂലെങ്കിൽ എനിക്കെന്താ, അനക്കെന്താ, ഞാൻ ചെയ്യൂല. അപ്പൊ അയാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സൗഫ അംനി, ഞാനോട് പോകും, നിങ്ങൾ തരൂലെങ്കിൽ ഞാൻ പോകും. ഉമറിനോട് അയാൾ ഉമർ അദ്ദേഹത്തോട് വീണ, പോയപ്പോ എനിക്കത്താ, അനക്കട് പോക എന്നതാണ് ചോദ്യം. അപ്പൊ അയാൾ ഇങ്ങനെ പറഞ്ഞു, വല്ലാഹി അൻ ഹാലി ലതസ്അലന്ന ثم تكون المسألة ثم والواقف المسؤول. അയാളിങ്ങനെ പറഞ്ഞു, നാളെ പരലോകത്ത് വരും, എന്റെ അവസ്ഥ ഇങ്ങനെ ചോദിക്കും, ഇമ്മാ ഇലാ നാരിൻ വ ഇമ്മാ ഇലൽ ജന്ന, ഒന്നുമില്ലെങ്കിൽ സ്വർഗത്ത് കൈക്കാരം, അപ്പൊ അല്ലെങ്കിൽ നരകത്ത് കൈക്കാരം. ആ നേരത്തെ ഞാൻ പടച്ചവനോട് പറയും പറഞ്ഞു. അപ്പൊ ഉമർ കരഞ്ഞു എന്നാണ്, അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ നനയുന്നതോളം. ഉമർ ഇട്ട വസ്ത്രം ഊരി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അയാൾക്ക് കൊടുക്ക്, എന്നിട്ട് അയാളോട് പറയും, ഇതല്ലാത്തൊരു കുപ്പായന്റെ അടുത്തില്ല. നമ്മൾക്ക് എത്ര കുപ്പായ ഉണ്ടെന്ന് ആലോചിക്ക്, എത്ര പാന്റും കുപ്പായ, എത്ര മാക്സൊക്കെ ഉണ്ട്. ആ ചുവപ്പ് ഇപ്പൊ എന്റെ അടുത്ത് ഉണ്ടോ ആ പുള്ളി എന്നാണ് നമ്മൾ ആലോചിക്കുക. ഇല്ലാത്തത് ഇതുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊന്നും തടസ്സമായില്ല. നമുക്ക് വേണ്ടത് സ്വർഗമാണ്. ആ സ്വർഗം നമ്മൾക്ക് ഒറ്റയ്ക്ക് കിട്ടിയാൽ പോരാ. ആർക്ക് കിട്ടണം അറിയോ? നമ്മുടെ കുടുംബത്തിന് കൂടി ആ സ്വർഗം കിട്ടണം. അല്ലാഹു തആല നമ്മോട് പറഞ്ഞു, അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വ അഹ്ലീകും നാറാ. നിങ്ങളെ കുടുംബത്തെ എന്ത് ചെയ്തോളി? നരകത്തെന്ന് കാത്തോളി. നരകത്തെന്ന് കാക്കാൻ വേണ്ടിയുള്ള പരിഹാര മാർഗങ്ങൾ കുടുംബത്തോടെ ഖുർആൻ പഠിക്കുക. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു പറഞ്ഞ വാക്യം നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹു ഇറക്കിയത് അനുസരിച്ച് അമൽ ചെയ്യുക. എന്നത് അറിയണം, പഠിക്കണം. പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഖുർആൻ ക്ലാസ്സുകളിലൂടെയുണ്ട്. പീസ് റേഡിയോ ഒരു സംവിധാനമാണ്, വല്ലാത്തൊരു സംവിധാനമാണ്. ആ സംവിധാനത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സംവിധാനങ്ങളും കാര്യങ്ങളുമൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ പോകുമ്പോൾ ജീവിതത്തിന്റെ ഏത് സമയത്തും പോകാൻ റെഡിയായി നിൽക്കുക. ഏത് സമയത്തും കഴിഞ്ഞ തൊട്ടുമ്പത്തെ ആഴ്ച 2 മരണങ്ങൾ കണ്ടു. ഒന്നൊരാൾ മരിച്ചത് രാത്രിയാണ്. അപ്പൊ സുബൈക്ക് പള്ളിയിൽ നിന്ന് ഇങ്ങനെ സലാം വീട്ടിട്ടല്ലോ പറഞ്ഞു, പിന്നെ മൂപ്പര് മരിച്ചോലോ പറഞ്ഞു. അപ്പൊ മറ്റേ ആൾ അടുത്ത വൈക്ക് പറയണ വാക്കെന്താ പറയുക? നമസ്കാരം കഴിഞ്ഞിട്ട് ഞാനില്ല പിന്നെ രാജീവ് ഉന്തിട്ട പടിഞ്ഞാട്ടൊക്കെ കുമ്പിടുകയാണ് ചങ്ങായിരുന്നു.
എന്നിട്ട് അയാൾ അടുത്ത ഡൗട്ട് എന്നോട് ചോദിക്കട്ടോ, ഓൻ്റെ മയ്യത്ത് ഇപ്പം നമ്മൾ നിസ്കരിച്ചോ, നമ്മൾക്ക് കൂലിട്ടോ അതോ ഓന് കൂലിട്ടോ, എങ്ങനെയാ ഇപ്പം നിസ്കരിച്ചണ്ടേ? അത് കഴിഞ്ഞ് പിറ്റേന്ന് ഒരാൾ മരിച്ചു. അയാളൊരു കേസിലൊക്കെ പ്രതിയാണ്, കൊലക്കേസിലൊക്കെ പ്രതിയാണ്. അയാള് പെരന്റെ മുമ്പ് കൂടെ, വിരിഞ്ഞ സ്ഥലത്ത് പെരന്റെ മുമ്പ് കൂടെ പോയ ആൾക്കാരൊക്കെ മൂപ്പരെ തോണ്ടലും കുത്തലൊക്കെ അനുഭവിച്ച ആളേക്കാരം. അയാൾ മരിച്ചു. അയാള് മരിക്കുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പേ പള്ളിയിൽ നിന്ന് നീച്ചില്ല. മഗ്‌രിബിന് പള്ളിയിൽ വന്നാൽ പിന്നെ ഇശാക്കേ നീക്കുള്ളൂ. അയാൾ നേരെ തിരിച്ചിട്ട് മാറി. ഒരു കുറ്റവാളിന്ന് രേഖപ്പെടുത്തിയ പത്രത്തിൽ ഫോട്ടോ വരെ വന്ന ഒരാളാണ്. അയാളെ പറ്റി ആളുകൾ നേരെ തിരിച്ചു പറഞ്ഞു, അയാൾക്കൊരു ഭാഗ്യലേ, അയാൾക്ക് ഈ ദീനിന്റെ രംഗത്തുനിന്ന് ഇബാദത്തിന്റെ രംഗത്ത് മരിച്ചു പോകാൻ പറ്റിയല്ലോ എന്ന്. നമ്മളൊക്കെ ആഖിബത്ത് എന്താണെന്നാണ് നോക്കേണ്ടത്. ആർക്കാണ് നല്ല പര്യവസാനം? വൽ ആഖിബത്തുൽ മുത്തഖീൻ. ആ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കുറച്ച് നമ്മൾ ജീവിക്കുന്ന കാലത്ത് കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അള്ളാഹു നമ്മോട് പറഞ്ഞത് വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിന് വേണ്ടി നല്ലോണം പണിയെടുത്തോളി, ധൃതിപ്പെട്ടോളി, മത്സരിച്ചോളി എന്നാണ്. സുഹൃത്തുക്കളെ, കുറഞ്ഞ ആയുസ്സും ആരോഗ്യമൊക്കെ ഉള്ളൂ. ഈ ഉള്ള സമയം പരമാവധി നന്മയിൽ ഉൾപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ ഒരു കൂടിച്ചേരലും ഒരുമിച്ച് ചേരലും ഒക്കെ അള്ളാഹു നന്മയായി സ്വീകരിക്കുമാറാവട്ടെ. ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളും സൗകര്യങ്ങളും ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ വീട് സൗകര്യപ്പെടുത്തിയ ഈ കുടുംബത്തിന് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇതുപോലെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ സ്വർഗത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും ഏകുമാറാവട്ടെ. ദീനിയായ എല്ലാ സംവിധാനങ്ങളിലും ഒരുമിച്ച് ചേരാനും മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.